ഹലോ മൈ ഡിയർ പ്ലസ് ടു കൊമേഴ്സ് സ്റ്റുഡൻസ്, എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്തിരിക്കുകയെന്നറിയാം. ഓക്കെ, ഇനി വരാൻ പോകുന്ന അക്കൗണ്ട്സ് എക്സാമിൽ ഏതൊക്കെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഏത് ഏരിയയാണ് ഞാൻ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ പാർട്ണർഷിപ്പിലെ എല്ലാ ഏരിയയും കൂടി ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി കോറായിട്ടുള്ള ഏരിയാസ് മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയേഴ്സ് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എല്ലാം നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിങ്ങൾക്കറിയാം ബേസിക്സ് ഉണ്ട്, അഡ്മിഷൻ ഉണ്ട്, റിട്ടയർമെൻ്റ് ഉണ്ട്, ഡെത്ത് ഉണ്ട്. ഈ ക്രിസ്മസ് എക്സാമിന് ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയ നമ്മൾ കൂടുതൽ പഠിക്കണം? എല്ലാം പഠിച്ചവർക്ക് കുഴപ്പമില്ല, അവസാന നിമിഷം എല്ലാം കൂടി ഒന്നും പഠിക്കാവുന്ന സമയമില്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് മാത്രമേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നോക്കാം അങ്ങനത്തെ ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓൺ എക്സാമിന് ബേസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അഡ്മിഷൻ എന്ന ഏരിയ നിന്നായിരിക്കണം. ഓക്കെ അല്ലേ? അഡ്മിഷനകത്ത് എന്ത് ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എങ്ങനെ വാല്യൂ ചെയ്യും, എന്തിനാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യണത്, എപ്പോഴാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്, അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് 8 മാർക്കിൻ്റെ ഏത് അഡ്മിഷൻ്റെ ഒരു പാർട്ട് അഡ്മിറ്റ് ആകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നും ഒരു 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? ഏതാടാ? അപ്പോൾ അഡ്മിഷനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് മാത്രമേ അങ്ങനെ പറയരുത്, അഡ്മിഷൻ മാത്രമല്ല വേറെ നോക്കണം. പക്ഷെ എങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട അഡ്മിഷനകത്ത് ഒരു പാർട്ട് വരുമ്പോൾ റേഷ്യോ മാറും. അപ്പം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും, ഗുഡ് വിൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കേണ്ടി വരും. വാല്യൂഷന് ഗുഡ് വിൽ ഒരുപാട് മെത്തേഡുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കാം. ഡീറ്റെയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിൽ റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം സെപ്പറേറ്റ് ചോദിക്കും, റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം ചിലപ്പോൾ ചോദിക്കും, റീവാലുവേഷൻ്റെ എൻട്രി ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ അല്ലേ? നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ടാണല്ലോ വരുന്നത്, കഴിഞ്ഞ പോർഷനിൽ നിന്നും കുറച്ച് വരാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അതങ്ങനെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എങ്കിലും ജസ്റ്റ് നോക്കി വെക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ 2 മെത്തേഡുണ്ട്, അറിയാമല്ലോ ഏതൊക്കെയാണെന്ന്. ഫിക്സഡും ഫ്ലക്ച്വേറ്റിങ്ങും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ഓക്കെ, ചിലപ്പം പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചാൻസ് ഉണ്ട്. ഈ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ജസ്റ്റ് നോക്കിയണം. ഓക്കെ അല്ലേ? പിന്നെ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും. ഓക്കെ അല്ലേ? ഒരു ബിഗിനിങ് ഓഫ് ദ മന്തിൽ വിഡ്രോ ചെയ്താൽ എത്രയാണ് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്, മിഡിൽ, എൻഡ്, ക്വാർട്ടർ, അത് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഗ്യാരണ്ടീഡ് മിനിമം പ്രോഫിറ്റ്, ഇത് ഇത്രയും കോറായിട്ട് നോക്കുക. ഓക്കെ ആണോ? പിന്നെ റിട്ടയർമെൻറ്റിൽ ചോദിക്കാൻ ഇതേ സംഭവം, ഈ 8 മാർക്കിന് ഇതേ ഏരിയ റിട്ടയർമെൻറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഓക്കെ അല്ലേ? ചിലപ്പോഴേ ഉള്ളൂ 50-50 ചാൻസ്. പക്ഷേ അഡ്മിഷൻ്റെ ഏരിയ ചാൻസ് വളരെ കൂടുതലാണ് അഡ്മിഷൻ. ഓക്കെ, പിന്നെ റിട്ടയർമെൻറ്റിൽ ഗെയിനിങ് റേഷ്യോ, ഇവിടെയും ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ്, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോകുമ്പോഴുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ലോൺ അക്കൗണ്ട്, ഈ പാർട്ട്ണറിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുകയാണ്, അത് ലോണായി ട്രീറ്റ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് പീരീഡിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു 2 കേസ് വരും. അത് നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു, അങ്ങനെ ഒരു കേസ് 2 കേസുണ്ട്. അത് 2 കേസിൽ ഒരെണ്ണം ചോദിക്കും 5 മാർക്ക്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ഈ ഒരു ഏരിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതിൻ്റെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയും ഏരിയാസ് കോറായിട്ട് നോക്കണം, അതിൻ്റെ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യും ഒന്നും നോക്കണ്ട, ഈ വീഡിയോ ഫുള്ളും കണ്ടിന്യൂ ആയിട്ട് കണ്ടാൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ ഇത് ഇത്രയും പഠിച്ചാലും നമുക്ക് 40 മാർക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് അറിയാം. ബാക്കി 20 മാർക്ക് എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഓക്കെ അല്ലേ? കമ്പ്യൂട്ടറൈസ്ഡിനകത്തുള്ള ഈ നിങ്ങൾക്ക് പ്രിൻറ്റഡ് നോട്ട്സോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ അവസാന നിമിഷം വർക്കൗട്ട് ചെയ്യുക. എല്ലാ ഏരിയകളും കവർ ചെയ്യാൻ സമയം കിട്ടില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്സിലെ പ്രീവിയസ് ഇയറിൽ ഓരോ ചാപ്റ്ററിലെയും ഓരോ യൂണിറ്റിലെയും പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ഫെമിലിയർ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഐഡിയ കിട്ടും.
എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം, അതിന് ആൻസർ ഇതാണ്, നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ അതാണ്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓരോ ഏരിയ നോക്കുന്നു, അതിൻ്റെ കോൺസെപ്റ്റ് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഓക്കെ ആണോ? ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് +2 പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷനാണ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യാം, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യണത്. ഓക്കെ അല്ലേ? ഇന്നതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗുഡ്വിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് നമ്മൾ ഗുഡ്വിൽ വെച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗുഡ്വിൽ വെച്ച് എന്താ? ഗുഡ്വിൽ വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം എന്നാണ് ഗുഡ്വില്ലിനെ പറയുന്നത്. ഒരു ഫേമിൻ്റെ വാല്യൂ ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫോൺ, ബെസ്റ്റ് ഫോൺ ആണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഐഫോൺ. ചിലർ പറയും ഐഫോൺ എന്ന് പറയും, ചിലർ എന്താ പറയും സാംസങ് S24 എന്ന് പറയും. അപ്പോൾ ആ പേരിന്, ആ ആപ്പിൾ എന്നൊരു ഐഫോൺ എന്നൊരു പേര് നമുക്ക് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്. അതിനെയാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇനി ആ ഗുഡ്വില്ലിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ചോദ്യം. ഒരു ഗുഡ്വില്ലിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് മുൻപ്, ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ +2 ലെവലിലേക്ക് ചോദിക്കുമ്പം എന്താണ് ഗുഡ്വിൽ എന്നൊക്കെ ചോദിക്കില്ല. ഈ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ റെഫർ ചെയ്യണത്. ഈ സെഷനിൽ ഈ ഗുഡ്വിൽ എന്ന ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ റെഫർ ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിലേക്ക് വേണ്ട പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ആ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പം ഈ ഗുഡ്വിൽ വെച്ച് എന്തോ ഞാൻ പറഞ്ഞു, വാല്യൂ ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം. ഇനി ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യുക, അതിന് വേറെ മെത്തേഡുണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഈ ഗുഡ്വിൽ എപ്പോഴാണ് വാല്യൂ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്കൊരു ഫേമുണ്ട്, പാർട്ണർഷിപ്പ് ഫേമുണ്ട്, എനിക്ക് നല്ല പേരൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുമോ? എൻ്റെ പാർട്ണർഷിപ്പ് എനിക്ക് എത്ര ഗുഡ്വില്ലുണ്ട്, എനിക്ക് എത്ര പേരുണ്ട്, എത്ര ഗുഡ്വില്ലിൻ്റെ വാല്യൂ എത്രയാണ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കില്ല. ഒരു ഗുഡ്വിൽ എപ്പോഴാണ് വാല്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു 4 സിറ്റുവേഷൻ ഉണ്ട്. ഫസ്റ്റ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ. ചേഞ്ച് ഇൻ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ മാറുമ്പം എന്ത് ചെയ്യും? ഗുഡ്വിൽ വാല്യൂ ചെയ്യും. 2, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആകുന്നു. പിന്നെ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ആകുന്നു. പിന്നെ എപ്പോഴാണ്? ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരിക്കുന്നു. പിന്നെ എപ്പോഴാണ്? ഡിസൊല്യൂഷൻ, നമ്മുടെ ഫേം പൂട്ടുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വേറെ 2 സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഇത്രയൊക്കെ മതി. ഓക്കെ അല്ലേ? ഈ ഒരു 4 സിറ്റുവേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ലത് 2-3 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുഡ്വിൽ വാല്യൂ ചെയ്യണത്. ഇത് എക്സാമിന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. വാട്ട് ആർ സർക്കംസ്റ്റൻസ് എപ്പോഴും നീഡ് ഫോർ എന്ത്? വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഓക്കെ അല്ലേ? നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ ആണോ? കണ്ടോ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 സർക്കംസ്റ്റൻസ് എപ്പോഴാണ് വിച്ച് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. എപ്പോഴാണ് ചോദിച്ചേക്കുന്നത്? മാർച്ച് 2020 മോഡൽ 2020 മോഡൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ മാർച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ചിലപ്പോൾ 2 മാർക്ക്, ചിലപ്പോൾ 3 മാർക്ക് ആവാം. എപ്പോഴൊക്കെയാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത്? കണ്ട, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ അല്ലേ? നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ മാറുമ്പോൾ അവരെന്ത് ചെയ്യും? ഗുഡ്വിൽ വാല്യൂ ചെയ്യും. പിന്നെ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്വിൽ വാല്യൂ ചെയ്യും. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടി വരും. പിന്നെ എപ്പോഴാണ്? ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരിച്ചു പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പാർട്ട്ണർ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഡിസൊല്യൂഷൻ, ഒരു നമ്മൾ ഫേം പൂട്ടി പോവാണ്, നിർത്താൻ പോവാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടി വരും. പിന്നെ അമാൽഗമേഷൻ, ഒരു 2 പേരും ഒരു ഫേമിനെ മറ്റൊരു ഫേം ടേക്ക് ഓവർ ചെയ്യുമ്പോഴോ അവർ 2 കൂടി മെർജ് ആകുമ്പോഴോ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഈ 4 സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്നത് ഒരു ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ അല്ലേ? തിയറിയായിട്ട് ഇത് മാത്രം ചോദിക്കുമോ? ചിലപ്പോൾ ഗുഡ്വിൽ എന്താണെന്ന് ചിലപ്പം ചോദിച്ചു. ഓക്കെ അല്ലേ? പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിലും ചിലപ്പോൾ ഇതും ചോദിക്കാറുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും, 9ാമത്തെ ക്വസ്റ്റ്യൻ, 2 ചോദിച്ചു. ഓക്കെ അല്ലേ? ഒരു ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ. ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു ഏത് ബിസിനസ്സാണോ
അതിന് നേച്ചർ ആ ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യും. നേച്ചർ ഓഫ് ബിസിനസ്, പിന്നെ ലൊക്കേഷൻ ഉറപ്പായിട്ട് ഗുഡ്വിൽ അഫക്റ്റിൻ്റെ ഫാക്ടറാണ്. പിന്നെന്താ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല ഗുഡ്വിൽ ആയിരിക്കും. പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ, പിന്നെ മറ്റു പ്രൊഡക്റ്റിനേക്കാളും നമ്മുടെ പ്രൊഡക്റ്റ് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ അല്ലേ? ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നോക്കുക. ഒന്നെങ്കിൽ ഗുഡ്വിൽ എപ്പോഴാണ് വാല്യൂ ചെയ്യുന്നത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ഗുഡ്വിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണെന്ന് ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലാണ്. ഒരു ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യാം? ഓക്കെ, ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യാം? വാല്യുവേഷൻ എപ്പോഴൊക്കെയാണ് വാല്യൂ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അത് എങ്ങനെ വാല്യൂ ചെയ്യാം? ചുമ്മാ എനിക്ക് ഇത്രയും ഗുഡ്വിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, ആ ഗുഡ്വിൽ വാല്യൂ ചെയ്ത് കാണിക്കണ്ടേ? അപ്പോൾ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഓക്കെ അല്ലേ? വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ കുറേ മെത്തേഡുണ്ട്. ഓക്കെ ആണോ? ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ കുറേ മെത്തേഡുണ്ട്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ്, ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും നമുക്ക് നോക്കാം. ആവറേജ് പ്രോഫിറ്റ്, ചിലവർക്ക് 2-3 മെത്തേഡൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അതൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത്? ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 3-4 വർഷത്തെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്ര ഗുഡ്വിൽ അറിയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റൊക്കെ എടുത്ത് കൂട്ടി ആ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഗുഡ്വില്ലുള്ളൂ. ഓക്കെ ഇല്ലടാ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന പ്രോഫിറ്റ് എല്ലാം കൂടി കൂട്ടും. ടോട്ടൽ പ്രോഫിറ്റ് സെറ്റല്ലേ? ടോട്ടൽ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ എന്താ? ടോട്ടൽ ഇയർ, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ ഒരു 5 വർഷത്തെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 വർഷം കൂടി എല്ലാം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ എത്ര ഇയറാ? നമ്പർ ഓഫ് ഇയർ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെയർഫോർ ഗുഡ്വിൽ ഈക്വൽ ടു ഈ കിട്ടിയ ആവറേജ് പ്രോഫിറ്റ്. ഈ കിട്ടിയ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എന്ത്? നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഈ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് എത്ര വർഷം കൂടി കണ്ടിന്യൂ ആകും. ഓക്കെ അല്ലേ? ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റിനിൽ തരും. നിങ്ങൾക്ക് വേറെ ഒരു സീനും ഉണ്ടായിരിക്കത്തില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനിൽ തരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആണ്, എമൗണ്ട് മാത്രം വ്യത്യാസത്തിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ, എൻ്റെ PDF ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയോ? വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ, ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്ക്, ദ പ്രോഫിറ്റ് ഫോർ ദ 5 ഇയേഴ്സിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 5 ഇയേഴ്സിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2010 4 lakh, 21 എത്രയാണ്? 11 3,98,000, 12 4,50,000, 13 4,45,000, 14 5 lakh. ഓക്കെ അല്ലേ? അപ്പോൾ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ, അപ്പോൾ ഇങ്ങനൊരു എക്സാമിന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 11 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് എഴുതിയിട്ട് ചുമ്മാ നമ്മൾ ഇപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്താണ്? ഗുഡ്വിൽ വാല്യുവേഷൻ. അപ്പോൾ നമ്മൾ എഴുതുമ്പം വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഏത് മെത്തേഡ്? ആവറേജ്. ഷോർട്ട് ഫോം ഉപയോഗിക്കരുത് നിങ്ങൾ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ അല്ലേ? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യും? നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല,
ഓക്കെ അല്ലേ, ടൈമൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പ്രോഫിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇല്ലടാ, അപ്പോൾ എത്രയാടാ? ഒരു 4 ലാക്ക് ഉണ്ട്. 4 ലാക്ക് പ്ലസ് പിന്നെ 3,98,000 പ്ലസ് പിന്നെ 4,50,000 പ്ലസ് 4,45,000 പ്ലസ് 5 ലാക്ക് ഡിവൈഡ് ബൈ എത്രയാണ്? ഡിവൈഡ് ബൈ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ് കിട്ടുന്നത് വെച്ചാൽ 4 ലാക്ക് പ്ലസ് ഓക്കെ 3,98,000 പ്ലസ് 4,50,000 പ്ലസ് 4,45,000 പ്ലസ് 5 ലാക്ക് ഡിവൈഡ് ബൈ 5 അടിക്കുമ്പം ഓക്കെ നമുക്ക് കിട്ടുന്നത് 70,93,000 കിട്ടും. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. 4 ലാക്ക് പ്ലസ് 3,98,000 പ്ലസ് 4,50,000 പ്ലസ് 4,45,000 പ്ലസ് 5 ലാക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ടോട്ടൽ 21,93,000 കിട്ടും. അതേ ഡിവൈഡ് ബൈ 5 അടിക്കുമ്പോൾ 4,38,600 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആവറേജ് പ്രോഫിറ്റ് 4,38,600 റുപ്പീസ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് അല്ലേ, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ക്വസ്റ്റ്യൻ പാർട്ടുണ്ട്. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ബേസ് 4 years ഓഫ് പർച്ചേസ്. അപ്പോൾ എത്ര ഇയർ പർച്ചേസ് ആണ്? 4 years. അപ്പം നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ഗുഡ് വില് ആവറേജ് പ്രോഫിറ്റ് 4,38,600 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 4. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇൻറ്റു 4 അടിക്കുമ്പോൾ 70,54,400 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ലിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഇത് എളുപ്പമുള്ള മെത്തേഡ് അല്ലേ? ഈ നമ്മൾ വലിയ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം മിക്കപ്പോഴും ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വരാറുള്ളൂ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കരുത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വളരെ സിമ്പിളാണ്. ഇതെനിക്ക് തോന്നുന്നു 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലോട്ട് പോകാം. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പം വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണിത്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞുതരാം. നമ്മൾ പ്രോഫിറ്റ് നോക്കണം. നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഉണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വന്നു, ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത് മനസ്സിലായി ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ആ 5 വർഷത്തെ പ്രോഫിറ്റ് ഓക്കെ. ഈ നമ്മൾ ഇത് സിമ്പിൾ ആവറേജ് ചെയ്യൂ, അത് വെയ്റ്റഡ് ആവറേജ് ചെയ്യൂ, എങ്ങനെ മനസ്സിലാവും? ഒന്നുമില്ല. നമ്മുടെ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുവാണ്? വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ പറയും. ഈ ക്വസ്റ്റ്യൻ നോക്കുക. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The profit of the firm for the years follows. 11-12 20,000, 12-30 24,000, 30-40 30,000, 40-50 40,000, 50-60 50,000. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ഇല്ലേ, ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഇല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ദ ഗുഡ് വിൽ ഓക്കെ ഓൺ ദ ബേസ് ഓഫ് 3 years of purchase. Weighted average profit on the based on weight 1 2 3 4 5. ഓക്കെ അല്ലേ? വെയ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നോക്കിക്കോ, നമുക്ക് എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്നുമില്ല, ഇയർ തന്നിരിക്കുന്ന ഇയർ എടുത്ത് എഴുതുക. എത്രയാണ് ഇയർ?
പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? ഇയർ, പ്രോഫിറ്റ്, എന്താണ്, പിന്നെ വെയിറ്റ്, പ്രോഫിറ്റ്, വെയിറ്റ്, ഒന്നുമില്ല. 11-12 പ്രോഫിറ്റ് 20,000 ആണ്. ഓക്കെ അല്ലേ? 12-30 പ്രോഫിറ്റ് 24,000 ആണ്. പിന്നെ 30-40 30,000 ആണ്. പിന്നെ 40-50 40,000 ആണ്. 50-60 50,000 ആണ്. ഓക്കെ, വെയിറ്റ്. ഇനി വെയിറ്റ് കുറച്ച് തന്നിട്ടുണ്ട്, 1 2 3 4 5. ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റ് എന്നൊരു കോളം കൂടി വരും. ഓക്കെ അല്ലേ? എന്ത് ചെയ്താൽ മതി? ഇത് കോളം നമ്പർ 1 2 3 4 എന്നിരിക്കട്ടെ. അപ്പോൾ ഈ 4 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പ്രോഫിറ്റും വെയിറ്റും കൂടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 2 × 3, കോളം നമ്പർ 2ഉം 3യും കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പം എത്ര കിട്ടും? 20,000 × 1 20,000 കിട്ടും. 24,000 × 2 48,000 കിട്ടും. പിന്നെ എത്രയാണ്? 90,000 കിട്ടും. 30,000 × 3 90,000 കിട്ടും. പിന്നെ 40,000 × 4 1,60,000 കിട്ടും. പിന്നെ 50,000 × 5 എത്ര? 2,50,000 കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക, ഈ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പം 20,000 + 48,000 + 90,000 + 1,60,000 + 2,50,000 ചെയ്യുമ്പം 5,68,000 കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഈ വെയിറ്റ് ടോട്ടൽ എടുക്കുക. എത്ര കിട്ടും? 3 6 10 15. ഓക്കെ അല്ലേ? 15 കിട്ടും. ടോട്ടൽ വെയിറ്റും കിട്ടി. ഇനി നമുക്ക് നമ്മൾ തൊട്ട് മുൻപ് ചെയ്തെങ്ങനെയാ? ആവറേജ് പ്രോഫിറ്റ് അല്ലേ? ആവറേജ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇതിന് ഇക്വേഷൻ ഒന്നും ഞാൻ പറഞ്ഞില്ല. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് ചെയ്തത്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതൊന്നും മാറി. ഇനി നമുക്ക് ആവറേജ് പ്രോഫിറ്റ് അല്ല വേണ്ടത്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ് വേണ്ടത്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഇല്ലേ, ഈ 5,60,000 ടോട്ടൽ ഇല്ലേ, ടോട്ടൽ പ്രൊഡക്റ്റ് 5,68,000 ഡിവൈഡ് ബൈ ടോട്ടൽ വെയ്റ്റ് എത്രടാ? 15 ഡിവൈഡ് 5,68,000 ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓക്കെ, 3,78,67 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് 37,866 കിട്ടും. ഓക്കെ അല്ലേ? അപ്പം 37,867 രൂപ. പോയിൻ്റ് വരും, നമുക്ക് 67 എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ കണ്ടുപിടിച്ച വെയ്റ്റഡ് ആവറേജ് 37,867 ഇൻറ്റു ഈ ക്വസ്റ്റിനകത്ത് നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 3 ഇയർ ഓഫ് പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 3 അടിച്ചാൽ മതി. ഇൻറ്റു 3. ഓക്കെ അല്ലേ? ഇൻറ്റു 3 അടിക്കുക. അപ്പോൾ 37,867 ഇൻറ്റു 3 അടിക്കുമ്പോൾ എത്ര കിട്ടും? 11,36,01 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ഗുഡ് വില്ല് വാല്യുവേഷൻ. നമ്മൾ എന്തു ചെയ്ത് നമ്മൾ തന്നിരിക്കുന്ന ഇയർ എഴുതി, പ്രോഫിറ്റ് എഴുതി, വെയ്റ്റ്സും എഴുതി. അപ്പം എന്നിട്ട് ആ പ്രോഫിറ്റും വെയ്റ്റും കൂടി ഇൻറ്റു ചെയ്തു. അപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടി. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടി, ടോട്ടൽ വെയിറ്റും ഉള്ളു. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ കിട്ടിയ എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമിന് ഏത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെയ്റ്റ് ആവറേജ് ഇപ്പോൾ എന്നിട്ട് ചെയ്യാൻ പറയും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് വാല്യുവേഷൻ ഓക്കെയാണ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ഗുഡ് വില്ല് വാല്യുവേഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാം? സിമ്പിളാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ,
നമുക്ക് എങ്ങനെ ഗുഡ് വിൽ വാല്യൂ നമുക്ക് നോക്കാം. നോക്കൂ, ഫസ്റ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് നമുക്കറിയാം എങ്ങനെയാണ്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 2, നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചിലപ്പോൾ തരും, നോർമൽ പ്രോഫിറ്റ് തരും. തന്നില്ലെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, നീ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. ഓക്കെ, ഒരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പറയും, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഓവർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എങ്കിൽ നമുക്ക് എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഗുഡ് വില്ലാണ്. അപ്പോൾ ദെയർഫോർ ഗുഡ് വിൽസ് ഈക്വൽ ടു ഈ കണ്ടുപിടിച്ച എന്ത്, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു മാറ്റമൊന്നുമില്ല, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. എന്താണ് നമ്പർ ഓഫ് ഇയർ പർച്ചേസ്? ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് എത്ര നാൾ കൂടി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് എന്താണ്, ഓവർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം, ആവറേജ് പ്രോഫിറ്റ് വേണം. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ള ഹിൻ്റൊക്കെ തരും. പിന്നെ നോർമൽ പ്രോഫിറ്റ് ഡയറക്റ്റ് ചിലപ്പോൾ തരും, അല്ലെങ്കിൽ തരില്ല. ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആയിരിക്കും, ആ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. പിന്നെന്താണ് സൂപ്പർ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ച് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഗുഡ് വില്ലാണ് നമുക്ക് വേണ്ടത്, സൂപ്പർ പ്രോഫിറ്റ് അല്ല. അപ്പം അത് ആ മെത്തേഡിലൂടെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗുഡ് വില്ലിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഈ ഒരു ഇത് വെച്ച് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഒരു ചെയ്ത് നോക്കിയാലോ? നോക്കൂ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണേ. ഞാൻ വേറെ ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ വർക്കൗട്ട്. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്, എമൗണ്ട് മാത്രമേ മാറത്തുള്ളൂ. ഓക്കെ, ദ ബുക്ക് ഓഫ് ഷീജ ആൻഡ് സുന്ദാസ് ഷോ ദാറ്റ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബിസിനസ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയാണ്, 3 lakhs ഉണ്ട്, 2 lakhs ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 lakhs. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 5 lakhs. ഓക്കെ, ഓൺ അഡ്മിഷൻ ഓഫ് സുധ ദേ എഗ്രി ടു വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇവർ സുധ നമ്മൾ പറഞ്ഞല്ലോ, ഗുഡ് വിൽ എപ്പോഴാണ് വാല്യൂ ചെയ്യുന്നത്, ഒരാൾ വരുമ്പോൾ വാല്യൂ ചെയ്തല്ലേ പറ്റൂ, റേഷ്യോ മാറുമ്പോൾ വാല്യൂ ചെയ്തല്ലേ പറ്റൂ. റേഷ്യോ മാറുമ്പോൾ വാല്യൂ ചെയ്യണം, അഡ്മിഷൻ ടൈമിൽ വാല്യൂ ചെയ്യണം, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, അമൽഗമേഷൻ ടൈമിലെല്ലാം നമ്മൾ എന്തെങ്കിലും ഗുഡ് വിൽ വാല്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ പോവുകയാണ്. 3 years ഓഫ് പർച്ചേസ് ആണ്, അത് ഓർത്തോണം, 3 years ഓഫ് പർച്ചേസ്. ഓക്കെ അല്ലേ? ആവറേജ് സൂപ്പർ പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 5 years. അപ്പോൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞത് 10% ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. ദ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 5 years തന്നിട്ടുണ്ട്, 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര, 40,000, 50,000, 55, 70, 85. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം, ഫൈൻഡ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാം. ആദ്യം എനിക്ക് വേണ്ടത് എന്താ, ആവറേജ് പ്രോഫിറ്റ് അല്ലേടാ, ആവറേജ് പ്രോഫിറ്റ് വേണം. എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന 4 പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 അടിച്ചാൽ പോരെ. ആ പ്രോഫിറ്റ് എന്ന് പറയുമ്പം 40,000 അല്ലേ, 40,000 പ്ലസ് 50,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ്
85,000 ചെയ്യുമ്പം 3 ലാക്ക് കിട്ടും. ഓക്കെ, 3 ലാക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അതേ ഡിവൈഡ് ബൈ എത്ര ഇയർ ഉണ്ട്, 5 ഇയർ അല്ലേ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ₹60,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണ്ട നോർമൽ പ്രോഫിറ്റ് അല്ലേ. നോർമൽ പ്രോഫിറ്റ് ക്വസ്റ്റിന് തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുള്ള ഹിൻ്റ് ഉണ്ടോ നോക്കിയേ. നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 3 ലാക്കും ഉണ്ട് 2 ലാക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടോട്ടൽ 5 ലാക്ക് അല്ലേ, ടോട്ടൽ 5 ലാക്കാണ്. ഇൻറ്റു എത്ര, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% അല്ലേ, ഇൻറ്റു 10%. അപ്പോൾ അവരിട്ട ക്യാപിറ്റലിന് എത്രയായിരിക്കും നോർമൽ റിട്ടേൺ കിട്ടുന്നത്, എത്രയാണ്, ₹50,000 ആണ് നോർമൽ റിട്ടേൺ. അപ്പോൾ ഓവർ ആൻഡ് എബോ നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലല്ലേ ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ 3 സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ഈ ആവറേജ് പ്രോഫിറ്റ് 60,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് 50,000 ചെയ്യുമ്പം നമുക്ക് ₹10,000 എന്ത് കിട്ടും, സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ₹10,000 സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് അതല്ല വേണ്ടേ, നമുക്ക് ഗുഡ് വിൽ അല്ലേ വേണ്ടേ. ഗുഡ് വിൽ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, ഈ കണ്ടുപിടിച്ച സൂപ്പർ പ്രോഫിറ്റ് 10,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് ഇയർ പാർട്ടീസ് എത്രയാണ്, 3 അല്ലേ, ഇൻറ്റു 3. അപ്പോൾ എത്രയുടെ ഗുഡ് വിൽ ഓഫ് ദ ഫേംസ് ഈക്വൽ ടു 30,000. ഓക്കെ അല്ലേ, ₹30,000 നമുക്ക് എന്ത് കിട്ടും, ഗുഡ് വിൽ കിട്ടും. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യണത്. അപ്പോൾ ഇത് ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ചെയ്ത് നോക്കിയാലോ. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ചെയ്യാം. ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്തു. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. എടാ ഒന്നുമില്ല, സിമ്പിളാണ്. ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്തില്ലേ, 1 2 3 സ്റ്റെപ്പ് റിമെയിൻസ് സെയിം. ആ 3 സ്റ്റെപ്പ് ഒന്നുകൂടി നമ്മൾ ചെയ്യണം. എന്തുവാ, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. 2 നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പിന്നെ 3 എന്താണ്, 3 സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. 4 എന്താണ്, ഗുഡ് വിൽ കണ്ടുപിടിക്കണം. ഇവിടെ മാത്രം ഒന്ന് മാറും, ഈ ഗുഡ് വിൽ വിളിക്കുമ്പോൾ മാറും. ബാക്കി 3 എണ്ണം സെയിം ആണ്, ഒരു മാറ്റമില്ല. ഏത് മെത്തേഡിലും, ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും ആ 3 ഫസ്റ്റ് 1 2 3 സ്റ്റെപ്പ് റിമെയിൻ സെയിം ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ആവറേജ് പ്രോഫിറ്റ് 60,000 രൂപയല്ലേ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, 60,000 രൂപ. നോർമൽ പ്രോഫിറ്റും കണ്ടുപിടിച്ചായിരുന്നു, എത്രയാണ്, 50,000 രൂപ. ഞാൻ ആ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്, 50,000 രൂപ. ഓക്കെ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റോ, ആവറേജ് മൈനസ് നോർമൽ. ആവറേജ് 60,000 രൂപയാണ്, നോർമൽ 50,000 രൂപയാണ്. അപ്പോൾ എത്രയാണ്, ₹10,000. ഓക്കെ അല്ലേ. ഇനി ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ നേരത്ത് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ ഈ 10,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്നല്ലേ പറഞ്ഞേ, ഇവിടെ മാറും. ഈ 10,000 സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 100 എന്ന് വരും. അതായത് ഇപ്പോൾ 10,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്, ഡിവൈഡ് ബൈ നമ്മൾ റിട്ടേൺ ഉദ്ദേശിച്ച 10% അല്ലേ. എടാ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 10% എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ 10 ഇൻറ്റു 100 അടിക്കുക. ഓക്കെ അല്ലേ. 10,000 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 അടിക്കുമ്പോൾ എത്ര കിട്ടും, ₹1,00,000 കിട്ടും. ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ വാല്യൂ കൂടും. അപ്പോൾ എത്രയാണ്, 1,00,000 കിട്ടും. ഇത്രേ ഉള്ളൂ. എന്ത് ചെയ്തേ, സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ഡിവൈഡ് ബൈ, ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് വേണമെങ്കിൽ 10% അടിച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഇല്ലയെന്നുണ്ടെങ്കിൽ 10 ഇൻറ്റു 100 തന്നെ അടിക്കണം. ഇപ്പോൾ 1,00,000 കിട്ടും.
ഇത്രയേ ഉള്ളൂ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വാല്യൂ ചെയ്യാൻ പഠിച്ചു, പിന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ പഠിച്ചു, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പഠിച്ചു, പിന്നെ ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും പഠിച്ചു. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാറി ചോദിക്കാം. ഓക്കെ അല്ലേ? ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഗുഡ് വില്ലിൻ്റെ വാല്യൂഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാർട്ണർ അഡ്മിറ്റ് ആകുമ്പം ഏതൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ഓക്കെ അല്ലേ, എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അത് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കുക. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, ഇപ്പം ഞാനും എയും ബിയും 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. സി എന്നൊരുത്തൻ വന്നു, അത് ചുമ്മാ പിടിച്ച് നമ്മൾ കയറ്റുമോ? നീ ബാ നമുക്ക് പാർട്ട്ണർ ആവാമെന്ന് പറയുമോ? ഒരിക്കലുമില്ല. സി കുറച്ച് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിനെ വിളിക്കുന്നതാണ്, സി കുറച്ച് എമൗണ്ട് പാർട്ട്ണർ ആണെങ്കിൽ കൊണ്ടുവരണം, ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? പാർട്ണർഷിപ്പിലോട്ട് എൻ്റർ ആവണമെങ്കിൽ ക്യാപിറ്റലും കൊണ്ടുവരണം, എന്തും കൊണ്ടുവരേണ്ടി വരും, ചിലപ്പോൾ ഗുഡ് വില്ലും കൊണ്ടുവരേണ്ടി വരും. ഓക്കെ അല്ലേ? ഇപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സാണ്. സി എന്നൊരാൾ എൻ്റർ ആവുകയെന്നുണ്ടെങ്കിൽ സി ഉറപ്പായിട്ടും കൊണ്ടുവരണം എന്താണ്? ക്യാപിറ്റൽ എന്തായാലും കൊണ്ടുവരണം, പ്ലസ് ഗുഡ് വില്ലും കൊണ്ടുവരണം. അപ്പം ആലോചിച്ച് നോക്ക്, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആകുമ്പം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് റേഷ്യോ കൂടുകയോ കുറയുമോ? അവർക്ക് ആലോചിച്ച് നോക്കടാ. ഇപ്പം നമ്മൾ ഒരു 100 രൂപ എയും ബിയും നേരത്തെ വീതിച്ചുകൊണ്ടിരുന്നത് 50 ഇനി ഓക്കെ അല്ലേ? ഇനിയിപ്പം സി എന്നൊരുത്തൻ എൻ്റർ ആകുമ്പോഴത്തേക്ക് ഈ 100 ഈ 50 വെച്ച് തന്നെ കിട്ടുമോ? ഇവരുടെ റേഷ്യോ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പാർട്ട്ണർ എൻ്റർ ആകുമ്പം ഇവർക്ക് എന്താണ് സാക്രിഫൈസിങ്ങും, ഒരുത്ത് ഇറങ്ങി പോകുമ്പോഴോ ഗെയിനിങ്ങും ആയിരിക്കും. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല, ഓൾമോസ്റ്റ് മെജോറിറ്റി കേസിലും അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണർ എൻ്റർ ആകുമ്പോൾ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ ആയിരിക്കും, ഇറങ്ങുമ്പോൾ എന്താണ് ഗെയിനിങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണർ അഡ്മിഷൻ ആകുമ്പം എന്താ കൊണ്ടുവരണം? ക്യാപിറ്റലും കൊണ്ടുവരണം, ഗുഡ് വില്ലും കൊണ്ടുവരണം. ക്യാപിറ്റലും കൊണ്ടുവരണം, ഗുഡ് വില്ലും കൊണ്ടുവരണം. അപ്പം ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുമ്പോൾ എന്ത് കൂടും? ക്യാഷ് കൂടത്തില്ലേ? അപ്പോൾ ആദ്യത്തെ എൻട്രി എങ്ങനെ പറയാം? ഇൻകമ്മിങ് പാർട്ട്ണർ ബ്രിങ് എന്താണ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ക്യാഷ് കൂടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്തൊക്കെയാണ് കൊണ്ടുവന്നേ? ടു ക്യാപിറ്റൽ അക്കൗണ്ടും കൊണ്ടുവന്നു, ടു എന്നും കൊണ്ടുവന്നു, ടു ഗുഡ് വില്ലും കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഇൻകമ്മിങ് പാർട്ട്ണർ ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുമ്പോൾ എൻട്രി എന്തോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ടു ഗുഡ് വിൽ. ഇനി ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഓക്കെ അല്ലേ? ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാക്രിഫൈസിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി എന്ത് വരും? ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബിയും ആണെങ്കിലോ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ അങ്ങനെ വരും. ഓക്കെ, ഏത് റേഷ്യോ? സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ് ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ചോദിക്കും. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, സി ഇൻ ടു ദ ഫേം. സി എത്ര കൊണ്ടുവന്നു? ഒരു 10,000 റുപ്പീസ് ക്യാഷ് ക്യാപിറ്റലും കൊണ്ടുവന്നു, 20,000 ഗുഡ് വില്ലും കൊണ്ടുവന്നു. അപ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ ടു ഗുഡ് വിൽ അക്കൗണ്ട്. സി എത്ര കൊണ്ടുവന്നു? ക്യാപിറ്റൽ ഒരു 10,000 കൊണ്ടുവന്നു, ഗുഡ് വിൽ 20,000 കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടൽ എത്ര ക്യാഷ് കൂടി കാണും? 30,000 ക്യാഷ് കൂടി കാണും. ഇനി ഈ കൊണ്ടുവന്ന ഗുഡ് വിൽ ആർക്ക് വെച്ച് കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. അപ്പം ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കിങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ഈ പഠിച്ച കോൺസെപ്റ്റിൽ നിന്നായിരിക്കും വൺ വേർഡ്സ് വരുന്നത്. നമുക്ക് നോക്കാം. വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. ഗുഡ് വിൽ കണ്ട, ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ഇൻകമ്മിങ് പാർട്ട്ണർ ഗുഡ് വില്ല് കൊണ്ടുവന്നു. ഇത് എവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചില്ലേ, ഗുഡ് വില്ല് കൊണ്ടുവന്ന് എവിടെ ക്രെഡിറ്റ് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഏത് റേഷ്യോയിൽ?
സാക്രിഫൈസിങ് റേഷ്യോയിൽ. സെറ്റാണോ? അപ്പോൾ ഇൻകമ്മിങ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ എവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. അങ്ങനെ വല്ലതും കിടപ്പുണ്ടെന്ന് നോക്കിയേ. കണ്ട നമുക്ക് ഫസ്റ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് അതിന് തന്നെ കിടപ്പുണ്ടല്ലോ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യും ഇൻ സാക്രിഫൈസിങ് റേഷ്യോയിൽ. അപ്പോൾ എയിലെ ആൻസർ താഴോട്ട് വായിച്ചു പോലും നോക്കണ്ട, എങ്കിലും ചുമ്മാ വായിക്കാം. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ന്യൂ റേഷ്യോ പൊട്ടത്തെറ്റ്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഗെയിനിങ് റേഷ്യോ തെറ്റ്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ന്യൂ റേഷ്യോ ഒരിക്കലുമല്ല. ഒരുത്തം വരുമ്പം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. കണ്ട മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? ഇനി ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഇഫ് ആൻ ഇൻകമ്മിങ് പാർട്ട്ണർ ബ്രിങ് പ്രീമിയം ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ്, അത് ക്യാഷായിട്ട് കൊണ്ടുവന്നു. അത് ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ഏത് റേഷ്യോ അല്ല? ന്യൂ റേഷ്യോ അല്ല, ഓൾഡ് പ്രോഫിറ്റ്സ് അല്ല, ക്യാപിറ്റൽ അല്ല. ഏത് റേഷ്യോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സാക്രിഫൈസിങ് റേഷ്യോ. കണ്ടോ, ഈ ആദ്യത്തെ ക്വസ്റ്റിനകത്ത് രണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻകമ്മിങ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഏത് റേഷ്യോ? സാക്രിഫൈസിങ് റേഷ്യോ. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ അല്ലേ? 2ൽ എന്തോ ചോദിച്ചിട്ടുള്ളൂ, ഏത് റേഷ്യോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഏത് റേഷ്യോ? സാക്രിഫൈസിങ് റേഷ്യോ. ഇത്ര ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും, വീതിച്ചെടുക്കും. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവരുടെ ബാലൻസ് ഷീറ്റ് അത് പറയാണ് റിസർവ് എന്നോ അല്ലെങ്കിൽ പി ആൻഡിൽ എന്നോ കിടപ്പുണ്ടെങ്കിൽ ആ കിടക്കുന്ന അവർ ഇത്രയും നാളും ഒരു പ്രോഫിറ്റിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെച്ചതായിരിക്കത്തില്ലേ. ഇത് ലയബിലിറ്റി കിടപ്പുണ്ടെങ്കിൽ ഇത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അസറ്റിലാണെങ്കിലോ ലോസ് ആണ്, അക്യുമുലേറ്റഡ് ലോസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ മാറ്റി വെച്ച എമൗണ്ട് ഒന്നുമില്ലടാ, ഈ നമുക്ക് കിട്ടുന്ന ഒരു 100 രൂപയിൽ ഒരു 10 രൂപ മാറ്റി വെക്കും. ഇതൊരു അക്യുമുലേറ്റ് ആവും. അപ്പം വിളിക്കുന്ന പേരാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, ലയബിലിറ്റി കിടക്കുവാണെങ്കിൽ പ്രോഫിറ്റും അസറ്റിൽ കിടക്കുവാണെങ്കിൽ ലോസും. ഓക്കെ, ഈ ഇരിക്കുന്ന പ്രോഫിറ്റ് വന്നവന് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, ഇൻകമ്മിങ് പാർട്ട്ണറിന് കൊടുക്കൂല. അങ്ങനെ ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കും. ഫോർ എക്സാമ്പിൾ, എയും ബിയും പാർട്ട്നേഴ്സാണെന്ന് വിചാരിക്കുക. ഇവർ വരുന്ന ടൈമിൽ ഇവർക്ക് പി ആൻഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് റിസർവ് ഉണ്ട്. പി ആൻഡ് റിസർവ്, ഇതൊക്കെ ഫ്രീ റിസർവ് ആണ്. ഇതൊക്കെ റിസർവ് ഉണ്ട്. പി ആൻഡ് എന്ന് പറഞ്ഞൊരു റിസർവ് ഉണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് ലയബിലിറ്റി കിടപ്പുണ്ട്. അപ്പോൾ ലയബിലിറ്റി കിടക്കുവാണെങ്കിൽ എന്ത് ബാലൻസ് കിടക്കും? അത് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? ലയബിലിറ്റി കിടക്കുവാണെങ്കിൽ ഇത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇത് വീതിച്ചെടുക്കുമ്പോൾ ഇത് എങ്ങോട്ട് പോകും? ഡെബിറ്റിൽ പോവും. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ആരാ വീതിക്കുന്നത്? പാർട്ട്നേഴ്സ്. ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഇത്രയുള്ള പരിപാടി. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. ഒന്നുകൂടി പറയാം, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഇവരുടെ ബാലൻസ് ഷീറ്റിനകത്ത് പി ആൻഡിൽ പറഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ, ലയബിലിറ്റി കിടപ്പുണ്ടെങ്കിൽ ഇറ്റ്സ് എ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ആരെടുത്തുകൊണ്ട് പോകും? വീതിക്കും. ഓൾഡ് പാർട്ട്നേഴ്സ് അവരെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. ഓക്കെ അല്ലേ? പി ആൻഡ് ലയബിലിറ്റി കിടക്കുവാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് വീതിച്ചെടുക്കുമ്പോൾ ഡെബിറ്റിലോട്ട് പോകും. ആരൊക്കെ? എ ആൻഡ് ബി. ഓക്കെ അല്ലേ? ഇപ്പം റിസർവ് ആണെങ്കിലോ, ജനറൽ റിസർവ് ആണെങ്കിൽ പി ആൻഡിൽ മാറ്റിയിട്ട് എന്ത് കയറ്റി കൊടുത്താൽ മതി? ജനറൽ റിസർവ് എന്നാക്കിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഇനി ഒരു വിഷയം എന്ന് വെച്ചാൽ പി ആൻഡിൽ അസറ്റിൽ കിടക്കുകയാണെങ്കിൽ എന്താ? അക്യുമുലേറ്റഡ് ലോസ് ആണ്. ലോസ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ ഷെയർ ചെയ്യും? ഇതും ലാഭം മാത്രമല്ല, നഷ്ടമാണെങ്കിലും ഓൾഡ് പാർട്ട്നേഴ്സ് തന്നെ വീതിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ആൻഡിൽ അസറ്റിൽ കിടക്കുമല്ലേ, അപ്പോൾ ഇത് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസിൽ കിടക്കുമല്ലേ ഓൾറെഡി. അപ്പോൾ വീതിക്കുമ്പോൾ അത് എങ്ങോട്ട് പോവും? ക്രെഡിറ്റിലാവും. ആരാ വീതിച്ചെടുക്കുന്നത്? എയും ബിയും. അപ്പം എങ്ങനെ എൻട്രി വരും? എസ് ക്യാപിറ്റൽ ഡെബിറ്റ്, ബീസ് ക്യാപിറ്റൽ ഡെബിറ്റ്. ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആയിട്ട് സാധനം ക്രെഡിറ്റ് ആവും ടു പി ആൻഡ് എൽ എന്ന് പറഞ്ഞു വരും. പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെ വരും എൻട്രി. ഓക്കെ ആണോ?
അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. റിട്ടയർമെൻ്റ് ആയി പോകുന്നവനും കൊടുത്തു വിട്ടേ പറ്റും. ഓക്കെ, പോയതിന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് വാശി പിടിക്കാൻ പറ്റും, കാരണം അവനും കൂടി ഏൺ ചെയ്ത പ്രോഫിറ്റ് റിട്ടയർമെൻറ്റ് ടൈമിൽ. അഡ്മിഷൻ ടൈമിലാണെങ്കിൽ ഇൻകമിംഗ് പാർട്ട്ണർ കൊടുക്കത്തില്ല. ഓക്കെ അല്ലേ? ഇതിൻ്റെ ബേസിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 3 മാർക്ക് ചിലപ്പോൾ ചോദിക്കും. സിമ്പിളാണ്, നോക്കിയോ. ജനറൽ റിസർവ് 24,000. റിസർവ് 24,000 ജനറൽ റിസർവ്. ഓക്കെ അല്ലേ? റിസർവ് ഒക്കെ എവിടെ കാണുന്നത്? ലൈബിലിറ്റിയിലായിരിക്കും. റിസർവ് എല്ലാം ലൈബിലിറ്റിയിലായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? പി ആൻഡിൽ മേ ബി മാറാം. അവന്മാർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് പി ആൻഡ് ഡെബിറ്റ് ബാലൻസ് ആണ്. പി ആൻഡിൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേറ്റഡ് ലോസ് എത്ര? 6,000. അപ്പിയറിംഗ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് പി ആൻഡ് ക്യൂ. അഡ്മിഷൻ ഓഫ് ആർ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യാൻ ടൈമിൽ എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളയും. ഗീവ് ജേണൽ എൻട്രി. ഓക്കെ അല്ലേ? പി ആൻഡ് ക്യൂ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. അസ്യൂമിങ് പിയും ക്യൂ ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞേക്കാണ്. സിമ്പിൾ അല്ലേ? ജനറൽ റിസർവ് 24,000 ഉണ്ട്. റിസർവ് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസാണ്. അത് വീതിച്ചെടുക്കുമ്പം ഡെബിറ്റിലോട്ട് പോകും. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ്. ആരൊക്കെയാണ് വീതിക്കുന്നത്? പിയും ക്യൂവും. ടു പീസ് ക്യാപിറ്റൽ, ടു ക്യൂസ് ക്യാപിറ്റൽ. എത്ര? 24,000 ആണ്. അത് വീതിക്കുന്നത് ഈക്വൽ അല്ലേ? അപ്പോൾ 12,000. ഓക്കെ അല്ലേ? റിസർവ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് വീതിച്ചെടുക്കുമ്പോൾ ഡെബിറ്റിലോട്ട് പോകും. അപ്പം ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പീസ് ക്യാപിറ്റൽ, ടു ക്യൂസ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത പി ആൻഡ് അക്കൗണ്ട്. അപ്പോൾ ഡൗട്ട്, പി ആൻഡ് അക്കൗണ്ട് ഇത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുവാണെങ്കിൽ ലോസും, ക്രെഡിറ്റ് ബാലൻസ് പറയുവാണെങ്കിൽ പ്രോഫിറ്റും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി ആൻഡ് അക്കൗണ്ട് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് കിടക്കുമല്ലേ? അത് വീതിക്കുമ്പോൾ എങ്ങോട്ട് പോകും? ക്രെഡിറ്റ് ബാലൻസിലോട്ടാവും. അപ്പോൾ ടു പി ആൻഡ് അക്കൗണ്ട് വരും. ഇതാരൊക്കെ വീതിക്കുന്നത്? പി ആൻഡ് ക്യൂ. അപ്പോൾ എൻട്രി വരും പീസ് ക്യാപിറ്റൽ ഡെബിറ്റ്, ക്യൂസ് ക്യാപിറ്റൽ ഡെബിറ്റ്, ടു പി ആൻഡ് അക്കൗണ്ട്. 6,000 ആണ്. ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 3,000. ഓക്കെ അല്ലേ? എൻട്രി ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ പറയുന്നു, അതിന് മുമ്പ് അതിൻ്റെ കോൺസെപ്റ്റ് പറയുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നമുക്കിനി 8 മാർക്കിലോട്ട് പോവാം. ഓക്കെ അല്ലേ? 8 മാർക്ക്. 8 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ ആയിരിക്കാം, റിട്ടയർമെൻ്റ് ആയിരിക്കാം. ഡെത്തിൽ നിന്നൊരു 6 മാർക്ക് പ്രതീക്ഷിക്കാം. ഡിസൊല്യൂഷൻ ഒരു 8 മാർക്കിലൊക്കെ ഉള്ള ചോദിക്കാറുണ്ട്. മെജോറിറ്റി അഡ്മിഷനാണ്. ഓക്കെ അല്ലേ? എന്ന് പറയാൻ പറ്റൂല. ഇപ്പം നമുക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അഡ്മിഷൻ അറ്റ് ദ ടൈം ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും? ഇവരെ ചിലപ്പോൾ അസറ്റൊക്കെ വാല്യൂ ചേഞ്ച്, അസറ്റ് ലൈബിലിറ്റി ഒക്കെ വാല്യൂ ചേഞ്ച് ആവും. അപ്പോൾ അത് നമുക്ക് നോക്കാൻ വേണ്ടി ഒരു റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഒന്നുമില്ല, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് വിശദമായിട്ട് ഞാൻ പറയാം. പിന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്തായാലും 2 പാർട്ട്നേഴ്സ് ഉണ്ടേ. 2 പാർട്ട്നേഴ്സ് എന്തായാലും കാണും. ഒരുത്തനും കൂടി വരും, 1-2 ആൾക്കാർ വരും. ഓക്കെ അല്ലേ? 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ഒരാളുടെ എൻ്റർ ആയിട്ടുണ്ട്. ഇസ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ എന്തും കൂടി വരയ്ക്കേണ്ടി വരും? ഒരു ബാലൻസ് ഷീറ്റും കൂടി വരയ്ക്കേണ്ടി വരും. സെറ്റ് അല്ലേ? ഓക്കെ, ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. അപ്പം എക്സാമിന് 8 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ വരയ്ക്കണം, ഏത് തുടങ്ങണം, എങ്ങനെ ഫിനിഷ് ചെയ്യണം, ഒരു ക്ലിയർ ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് നിങ്ങൾ ഓൾറെഡി ഫെയിലിയർ ആയി കാണും. കാരണം ബേസിക്കിനകത്ത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ 2 മെത്തേഡുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും. ഫിക്സഡിനകത്തായി 2 രീതിയിൽ. എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ അത് മാത്രം 2 മാർക്ക് 3 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റീവാലുവേഷൻ ചിലപ്പോൾ അതിന് എൻട്രി ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എൻട്രി നോക്കിയാലോ. ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടി, എൻട്രി എന്താ? ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട്.
ആ റീവാല്യൂ ആയ എമൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അസറ്റ് വാല്യൂ കൂടിയാൽ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിലേ ഉള്ളൂ. അപ്പോൾ ചിന്തിക്കുക, അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. മറക്കരുത്, ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. സിമ്പിൾ അല്ലേ? എങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ എൻട്രി എന്താ? തിരിച്ചിട്ടാൽ പോരെ. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്നല്ലേ? അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോരുത്. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, എൻട്രി പ്രകാരം റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. മറക്കരുത്. ഓക്കെ അല്ലേ? ഇവിടെ ഇതൊന്നുമില്ല, താഴോട്ട് നിന്ന് കുറഞ്ഞു, മേപ്പോട്ടെന്ന് വെച്ചാൽ കൂടി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ ലയബിലിറ്റി കൂടിയാൽ നമുക്കറിയാം ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ? ഒരു മാറ്റമല്ല. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ലയബിലിറ്റി കൂടിയ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഏത് ലയബിലിറ്റി ആണോ ആ ലയബിലിറ്റി, ആ കൂടിയ എമൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി അക്കൗണ്ട്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അസറ്റ് ലയബിലിറ്റി കൂടിയ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലയബിലിറ്റി അക്കൗണ്ട്. അപ്പം റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ലയബിലിറ്റി കൂടിയാൽ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടിയാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അത് സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത അപ്പോൾ ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി വരും ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് വരും. ഒരു ലയബിലിറ്റി കുറഞ്ഞ എൻട്രി വരും, ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ലയബിലിറ്റി കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി ഡിക്രീസ്. ഓക്കെ ആണോ? ഇവിടെ പറയാം, ഒരു അസറ്റ് കൂടിയ ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഒരു അസറ്റ് കുറഞ്ഞ ക്രെഡിറ്റ് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ ആണോ? ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അസറ്റ് കൂടിയ ഡെബിറ്റ് ചെയ്യും, അപ്പോൾ നേരെ കൊണ്ട് റീവാലുവേഷൻ ഡെബിറ്റ് ചെയ്യരുത്. ഓക്കെ അല്ലേ? എൻട്രി ആലോചിച്ചാൽ മതി. അസറ്റ് കൂടുമ്പോൾ എൻട്രി എന്തുവാ? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ. അപ്പോൾ അസറ്റ് ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷനിൽ ക്രെഡിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്കൊരു ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ചോദിക്കും. കണ്ടോ? ഷോ ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് റീവാലുവേഷൻ മേഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ കുറേ വാല്യുവേഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അസറ്റിന് ലയബിലിറ്റിയൊക്കെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി റെഡ്യൂസ്ഡ് ബൈ 3000. സിമ്പിൾ അല്ലേ? ഒരു ഇൻവെൻട്രിയുടെ വാല്യൂ കുറഞ്ഞു, ഇൻവെൻട്രി കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ടു ഇൻവെൻട്രി. അപ്പോൾ ഡെബിറ്റ് എന്ത് വരും? റീവാലുവേഷൻ. അപ്പോൾ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻവെൻട്രി. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻവെൻട്രി അക്കൗണ്ട്. നിങ്ങൾ ജേണൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നറേഷൻ എഴുതണം. സിമ്പിൾ അല്ലേ? ഇൻവെൻട്രി വാല്യൂ ഡിക്രീസ്ഡ്, അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അടുത്ത പേറ്റൻറ്റ് വെച്ചാൽ എന്താ? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ അല്ലേ? ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ പേറ്റൻറ്റ് 2000 ഈസ് ഫൗണ്ട് വാല്യൂലെസ്. 2000 രൂപ വാല്യൂലെസ് ആയിട്ട് മാറി എന്ന് വെച്ചാൽ പേറ്റൻറ്റ് വാല്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ ആ വാല്യൂ റൈറ്റ് ഓഫ് ആയി, വാല്യൂ ഇല്ല അതിന്, ഇപ്പോൾ വാല്യൂ ഇല്ല. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു പേറ്റൻറ്റ്. ആ എത്ര രൂപയാണോ കുറഞ്ഞ ആ എമൗണ്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? 2000. അടുത്ത ഓക്കെ,
അടുത്ത എന്താണ്? ദ ലയബിലിറ്റി ഫോർ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ്. ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് വെച്ചാൽ എന്താ? ലയബിലിറ്റി. ആ ലയബിലിറ്റി എന്ത് സംഭവിച്ചു? ഡിക്രീസ് ആയി, ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി കുറഞ്ഞു. അപ്പോൾ ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റി ഫോർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. എത്ര രൂപയുടെ കുറഞ്ഞ്? 1000 രൂപ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഫർണിച്ചർ കോസ്റ്റിംഗ്. 4000 രൂപ വിലയുള്ള ഫർണിച്ചർ 3600 വിറ്റ്. ഇത് സിമ്പിൾ അല്ലേ? 4000 രൂപ വിലയുള്ള സാധനം 3600 രൂപ, 3600 ആയി കാണും. അപ്പം 400 രൂപ വാല്യൂ കുറഞ്ഞില്ലേ? 400 രൂപ വാല്യൂ കുറഞ്ഞില്ലേടാ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഞാൻ വിറ്റു, വിൽക്കുമ്പോൾ കാശ് കിട്ടി, വിൽക്കുമ്പം ക്യാഷ് കിട്ടി. എത്ര രൂപ കിട്ടി? 3600 രൂപ കിട്ടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 3600. ടു ഫർണിച്ചർ, 4000 ഫർണിച്ചർ ഇനി ഇല്ല, 400. ഓക്കെ അല്ലേ? അപ്പം ഡെബിറ്റിലൊരു 3600ഉം ക്രെഡിറ്റിലൊരു 4000 രൂപയല്ലേ? അപ്പോൾ ഒരു 400 ഡിഫറൻസ് ഇല്ലേ? അത് നമുക്ക് എന്ത് വയ്ക്കാം? റീവാലുവേഷൻ 400 റുപ്പീസ്. ഒന്നുകൂടി പറയാം. 4000 വിലയുടെ സാധനം 3600 വിറ്റ്. അപ്പം 400 രൂപ കുറഞ്ഞ്, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ്. ഓക്കെ, ക്യാഷ് കിട്ടി. എത്ര രൂപ കിട്ടി? 3600 രൂപ കിട്ടി. എത്ര രൂപ ഫർണിച്ചർ പോയി? 4000 രൂപയുടെ ഫർണിച്ചർ പോയി. അപ്പോൾ എത്ര രൂപ ഡിഫറൻസ്? 400 ഡിഫറൻസ്. അത് അങ്ങോട്ട് കയറും, റീവാലുവേഷൻ അക്കൗണ്ടിൽ കയറും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദിച്ചതാട്ടോ, ഇത് തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. പ്രൊവൈഡ് 700 ഫോർ ലയബിലിറ്റി ഫോർ ഡാമേജസ്. പ്രൊവൈഡ് 700 ഫോർ ലയബിലിറ്റി ഫോർ ഡാമേജസ്. ഓക്കെ അല്ലേ? ലയബിലിറ്റി ഫോർ ഡാമേജസ് എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു 700 റുപ്പീസ് ലയബിലിറ്റി ആയി, പുതിയൊരു ലയബിലിറ്റി വന്നു. ഡാമേജ് വന്ന സമയത്ത് ലയബിലിറ്റി വന്നു. ആ പുതിയൊരു ലയബിലിറ്റി വന്നില്ല, ലയബിലിറ്റി കൂടിയില്ലേ? ലയബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ ലയബിലിറ്റി ഫോർ ഡാമേജ് ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റിൽ എന്ത് വരും? റീവാലുവേഷൻ. അപ്പോൾ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലയബിലിറ്റി ഫോർ ഡാമേജസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെ ആയിരിക്കും 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 5 ചിലപ്പോൾ 4. ഇനി വേറെ ഒരു കാര്യം പറയാം. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പം ഈസ് എ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പം ഒരു 10000 രൂപയുണ്ട്, ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പം ഒരു 6000 രൂപയേ ഉള്ളൂ. അപ്പോൾ എത്ര രൂപ ഡിഫറൻസ്? 4000 രൂപ. ഇതിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റാണ്. റീവാലുവേഷൻ ക്രെഡിറ്റ് സൈഡ് കൂടി ഇസ് എ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റും, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ റീവാലുവേഷൻ ലോസും. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് വെച്ചാൽ എന്താ? ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ, റീവാലുവേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ പ്രോഫിറ്റും, റീവാലുവേഷൻ ഡെബിറ്റ് സൈഡ് കൂടിയാൽ ലോസുമാണ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പാർട്ട്നേഴ്സിന് വിധിക്കും. ഏത് പാർട്ട്നേഴ്സിന്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഇൻകമിങ് പാർട്ട്ണറിന് കൊടുക്കൂല. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് 1 വേർഡ് വല്ലതും ഉണ്ടോ നോക്കാം. ഉണ്ട്. ഓക്കെ, കണ്ട, ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ കയറി വന്നു. ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ കയറി വരുന്ന ടൈമിൽ ഒരു അൺറെക്കോർഡ് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു റെക്കോർഡ് ചെയ്യാത്ത അൺറെക്കോർഡ് അസറ്റ് ഉണ്ട്. അപ്പോൾ ഒരു അസറ്റ് കണ്ടു. അപ്പോൾ അസറ്റ് കൂടിയില്ലേ? അസറ്റ് കൂടി നമ്മൾ എവിടെ ക്രെഡിറ്റ് ചെയ്യും? അസറ്റ് കൂടിയാൽ അതെവിടെ ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റഡ് ടു ഏത് അക്കൗണ്ടാ? അസറ്റ് കണ്ടു, അൺറെക്കോർഡ് അസറ്റ് കണ്ടു. എവിടെയാണത്? റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും അല്ലേ? ഒരു അസറ്റ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കൺഫ്യൂസ് ആക്കല്ലേ? അതാ അടക്കുന്നത്. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചത്. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ കയറി വന്നു. അന്നേരം പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ എന്താ? പി ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് വെച്ചാൽ പ്രോഫിറ്റ്, ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലോസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് കിടക്കുമല്ലേ? അപ്പോൾ അത് അക്കൗണ്ട് ഈസ് നമ്മൾ എന്ത് ചെയ്യൂടാ? അത് നമ്മൾ എന്ത് ചെയ്യും?
ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ആണോ, ഡെബിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ആണോ, ക്രെഡിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ആണോ, ഡെബിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ആണോ? നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. കണ്ടേ, എവിടെ കണ്ടോ? നമ്മളൊരു പി ആൻഡ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, പി ആൻഡ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് പാർട്ട്നേഴ്സിന് വീതിക്കും. അപ്പോൾ ഡെബിറ്റിലെ സാധനം എങ്ങോട്ട് പോവും? ക്രെഡിറ്റിൽ പോവും. അത് ആർക്കാ വീതിച്ചു കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഏതിവിടെ? ഡെബിറ്റിൽ, പാർട്ട്നേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വീതിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഡെബിറ്റിൽ കിടക്കുക. അപ്പോൾ ഡെബിറ്റിൽ കിടക്കുന്ന ബാലൻസ് എന്ന് പറയുമ്പോൾ ലോസ് ആണ്. ആ ലോസ് വീതിക്കുമ്പോൾ ക്രെഡിറ്റിൽ പോവും. എങ്ങോട്ട്? അത് ലോസ് ക്രെഡിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യൂടാ? അതെവിടെ? ഡെബിറ്റ് ചെയ്യുന്നത് എവിടെയാ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഡെബിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്, ഡെബിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓക്കെ അല്ലേ? കണ്ട, പാർട്ട്നേഴ്സിന് നമ്മൾ ഡെബിറ്റിൽ ചെയ്തേക്കുന്നത് ലോസ് ആയ. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട് ഷോസ്. ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, ഒരു റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡാ കൂട്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ റീവാലുവേഷൻ ലോസ്, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് സൈഡ് കൂടിയാൽ അതെന്താ? റിയലൈസേഷൻ അല്ല, പ്രോഫിറ്റ് ഓൺ സെയിൽ അല്ല, റീവാലുവേഷൻ ലോസ്. സി ആണ് ആൻസർ. സി ആണ് ആൻസർ. ഓക്കെ, ഓക്കെ അല്ലേ? ഇത്രയും നമുക്ക് സെറ്റായില്ലേ? ഇത്രയും നിങ്ങൾക്ക് തിയറി ഏരിയ ഓക്കെ ആണോ? നമ്മൾ പഠിക്കുന്ന ആ പ്രോബ്ലത്തിൽ നിന്നാണ് ആ തിയറി ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നമുക്കപ്പം ഒക്കെ കോൺസെപ്റ്റൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിനേക്കാളും കുറച്ച് അറിയിക്കണം. പ്രോബ്ലം ചെയ്യുന്നിടത്ത് നമ്മൾ ഒരുപാട് കോൺസെപ്റ്റ് പഠിക്കും, കുറേ പോയിൻറ്റ്സ് പഠിക്കും. ആ പോയിൻറ്റ്സിൽ നിന്നായിരിക്കും എടുത്ത് വൺ വേർഡ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ അല്ലേ? നല്ല ശ്രദ്ധിച്ച് വായിച്ച് നോക്കി ആൻസർ ചെയ്യുക, വെറുതെ തെറ്റിക്കരുത്. ഇനി നമുക്ക് 8 മാർക്കിന് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഡ്മിഷൻ ഓഫ് പാർട്ട് ടൈമിൽ എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം വരച്ചുകൊണ്ട് നമുക്കൊരു ബാലൻസ് ഷീറ്റ് ടാലി ആക്കണം. അങ്ങനെ ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിച്ചിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും ചിലപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ അറിയാം, പക്ഷെ ബാലൻസ് ഷീറ്റ് ടാലി ആവാറില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും? 8 മാർക്ക് സുഖമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുൻപ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ നമ്മൾ 3 അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും അല്ലേ? ഒരു റീവാലുവേഷൻ അക്കൗണ്ട്, ഓക്കെ, പിന്നെന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ഓക്കെ അല്ലേ? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾറെഡി ഫെമിലിയർ ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഇച്ചിരി ഡൗട്ട് വരും. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഓൾറെഡി പറഞ്ഞായിരുന്നു, എങ്കിൽ നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പം നമുക്കറിയാം ഒരു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി, നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും അല്ലേ? അസറ്റിൻ്റെ വാല്യൂ കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി വരും അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു അസറ്റ് വാല്യൂ കൂടി ഡെബിറ്റ് ചെയ്യും. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാലോ? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി വരും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ ഡെബിറ്റ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ്. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ക്രെഡിറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ അല്ലേ? പിന്നെ ലയബിലിറ്റി കൂടിയാൽ നമുക്കറിയാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിലോ? അപ്പോൾ എൻട്രി എങ്ങനെ വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലയബിലിറ്റി അക്കൗണ്ട് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ലയബിലിറ്റി കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, പക്ഷേ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, എൻട്രി ഓർക്കുക. ഓക്കെ, ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എൻട്രി എങ്ങനെ വരും? ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ ഒരു ഐഡിയ ഓർത്തിരിക്കുക. ഓക്കെ, എടാ ഡിഫറൻസ് ആകുന്ന എമൗണ്ട് മാത്രം. ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 700 മാറി എന്ന് പറയുമ്പോൾ 300 രൂപ കുറഞ്ഞില്ലേ? ആ 300 എമൗണ്ട് ആയിരിക്കും റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ 700 അല്ല. ഓക്കെ, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഒരു 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി ഞാൻ പറയാം. ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യും, പിന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യും. അപ്പോഴേ ടൈമിൽ അരമണിക്കൂറിലേക്ക് പോയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൂൾ ഓഫ് ടൈമിൽ വായിച്ച് വെക്കുക. അപ്പോൾ അഡ്മിഷൻ ഒരു പ്രോബ്ലം ഉണ്ട്,
അപ്പം 3 അക്കൗണ്ട് എന്തായാലും വരയ്ക്കണം. ആ 3 അക്കൗണ്ട് ആദ്യം വരയ്ക്കുക. ഓക്കെ അല്ലേ? ആദ്യം 3 അക്കൗണ്ട് വരയ്ക്കുക. ഒരു റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുക, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എത്ര പാർട്ട്നേഴ്സ് നോക്കുക. ചിലപ്പോൾ ഓൾറെഡി 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, ഒരാൾ വരും, അപ്പോൾ 4 പാർട്ട്നേഴ്സ് ആവും. 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, ഒരാൾ, അപ്പോൾ 3 പാർട്ട്നേഴ്സ് വരും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ഒരു ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ 3 അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഒരെണ്ണം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യനും ഒരെണ്ണം നിങ്ങളുടെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യനും ആയിരിക്കും. നോക്കുക, ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ദ ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി. അവരുടെ റേഷ്യോ 3:2 ആണ് റേഷ്യോ. അവരുടെ റേഷ്യോ 3:2 ആണ് റേഷ്യോ. ഓക്കെ അല്ലേ? ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റലുണ്ട്, എൻ്റെയും ബിൻ്റെയും ക്യാപിറ്റലുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റർ, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. സി എന്നൊരു പാർട്ട്ണർ കയറി വന്നു. ഞാൻ പറഞ്ഞു, സി ഒരു പാർട്ട്ണർ കയറി വരുമ്പോൾ ചുമ്മാ പിടിച്ച് കയറ്റില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നീ ഒരു ക്യാപിറ്റൽ ഒരു എമൗണ്ടും കൊണ്ടുപോകാം, ഗുഡ് വില്ലിൽ നിന്ന് എമൗണ്ടും കൊണ്ടുവരാൻ പറയും. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സി 15,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നു, ഒരു 5,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, സി എന്ന ഒരാൾ ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ക്യാഷ് കൂടൂലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സീസ് ക്യാപിറ്റൽ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഓക്കെ ആണോ? ഇനി ഇവൻ കൊണ്ടുവന്ന ഗുഡ് വില്ല് നമ്മൾ ആർക്ക് വിധിച്ചു കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോയിൽ വിധിച്ചെടുക്കും. ഓക്കെ അല്ലേ? ഇവൻ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഓക്കെ ആണോ? അതെങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ ഓഫ് സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 10%. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിന് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ചെറിയ ടിക്ക് ചെയ്യുക, സ്റ്റോക്കിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഈസ് അപ്രീഷിയേറ്റഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി വാല്യൂ കൂടി, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ചെറിയ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഫർണിച്ചർ റീവാല്യൂഡ്, ഫർണിച്ചറിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രിയേറ്റ് ബൈ സൺട്രി ഡെപ്റ്റേഴ്സ്, അപ്പോൾ ഡെപ്റ്റേഴ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ആൻഡ് ₹200 പ്രൊവൈഡ് എന്താണ്? ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനങ്ങനെ ഉണ്ടായിരിക്കാം. നമുക്ക് വേറെ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് വെർത്ത് 1,000 നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്. റെക്കോർഡ് ചെയ്യാത്ത ഒരു ബാലൻസ് ഷീറ്റിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. നോക്കാം. ഓക്കെ, വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ₹100 നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി. അപ്പോൾ ക്രെഡിറ്ററിന് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം ടിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ പരിപാടി, നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കി ടിക്ക് കൊടുക്കുക. അപ്പം ഇന്ന കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് വരച്ച് വെക്കുക, ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം അതെല്ലാം വരച്ച് വെക്കുക. എന്തായാലും നമുക്ക് 3 അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. അപ്പം ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടേ ഇത് ചെയ്യത്തുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. നോക്കിയോ? ഓക്കെ അല്ലേ? ഫസ്റ്റ് ഞാൻ ലൈബിലിറ്റി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈബിലിറ്റി ആദ്യം കിടക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ? ക്രെഡിറ്റർ എനിക്കറിയാം, ക്രെഡിറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ച +1 തൊട്ടേ പഠിക്കുന്നതാണ്. ക്രെഡിറ്റർ ലൈബിലിറ്റി ആണ് അല്ലേ? ക്രെഡിറ്റർ ലൈബിലിറ്റി ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ ലൈബിലിറ്റി വന്നിട്ട് ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എമൗണ്ട് ഇന്നറിലേ എഴുതൂ. 20,000 റുപ്പീസ് ഇന്നറിൽ എഴുതുക. ഓക്കെ അല്ലേ? അതെന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി നോക്കി പോകാത്തത്? ഞാൻ അങ്ങനെ നോക്കി പോകാറില്ല. നോക്കി പോകുന്നവർക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവസാനം ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പരിഗണിക്കാറുള്ളൂ. ഓക്കെ, ക്രെഡിറ്റേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ഞാൻ എമൗണ്ട് ഇന്നറിൽ എഴുതി. അടുത്തത് എൻ്റെയും ബിൻ്റെയും ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ടിലല്ലേ? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? അപ്പം ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുക. എയുടെ ക്യാപിറ്റൽ 30,000 രൂപയാണ്, ബിൻ്റെ ക്യാപിറ്റൽ 20,000 രൂപയാണ്. ഓക്കെ അല്ലേ? ഈ സൈഡും കഴിഞ്ഞു. കണ്ടോ? എല്ലാവരുടെയും കഴിഞ്ഞു. ഇനി അടുത്ത ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ? ക്യാഷ് നമുക്ക് അസറ്റ് അല്ലേ? അറിയാമല്ലോ, ക്യാഷ് എനിക്ക് അസറ്റാണ്. അപ്പോൾ അസറ്റിൽ പോയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതുക. 3,000 റുപ്പീസിനെ ഇന്നറിൽ എഴുതൂ. കാരണം എന്താ? ഇൻകമ്മിങ് പാർട്ട്ണർ ഗുഡ് വില്ലും എന്താണ് ക്യാപിറ്റലും കൊണ്ടുവരുമ്പം നമ്മുടെ ക്യാഷ് കൂടൂലേ? അപ്പോൾ അതുകൊണ്ട് ക്യാഷിൻ്റെ എമൗണ്ട് ഇന്നറിൽ എഴുതുക. ഓക്കെ ആണോ? ക്യാഷിൻ്റെ എമൗണ്ട് ഇന്നറിൽ എഴുതുക. ഓക്കെ, ഇനി അടുത്ത ഡെപ്റ്റർ അല്ലേ? ഡെപ്റ്ററിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലേ? അപ്പോൾ ഡെപ്റ്റേഴ്സ് 12,000 റുപ്പീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അടുത്തെന്താണ്? സ്റ്റോക്ക് അല്ലേ? സ്റ്റോക്കും അസറ്റ് അല്ലേ? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. 15,000 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്.
സ്റ്റോക്ക് 50,000. ഫർണിച്ചറിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫർണിച്ചർ എത്രയാണ്? 10,000 റുപ്പീസ്. അടുത്തെന്താ? പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 റുപ്പീസ്. ഓക്കെ, അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഐറ്റംസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു? ഇന്നറിൽ എഴുതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നോക്കിയിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇന്നറിൽ എഴുതുക, ഇല്ലെങ്കിൽ ഔട്ടറിൽ എഴുതുക. ഓക്കെ, കണ്ടോ? എല്ലാ ഐറ്റംസും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ എത്തുമ്പം നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം ഫിക്സ് ചെയ്യണം. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സും രണ്ടിടത്ത് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടാലി ആവത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഐറ്റംസ് എല്ലാം രണ്ടിടത്ത് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. ഫസ്റ്റ്, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, സി ബ്രിങ് 15,000 ആസ് ക്യാപിറ്റൽ. സി എന്നൊരു പാർട്ണർ വന്നു. അവൻ 15,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നു, 5,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. അപ്പം ആലോചിച്ച് നോക്കിയാൽ മതി. 15,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നു, ഗുഡ് വില്ലും കൊണ്ടുവരുമ്പം ക്യാഷ് എന്തായാലും കൂടും ഇല്ലേ? നേരെ വന്നിട്ട് ക്യാഷിനോട് കൂട്ടുക. 15,000 രൂപ ഇവിടെ സീസ് ക്യാപിറ്റൽ. സിയുടെ ക്യാപിറ്റൽ ഒരു 15,000 രൂപ അവൻ ക്യാപിറ്റൽ കൊണ്ടുവന്നു. പിന്നെ ഗുഡ് വില്ലും കൊണ്ടുവന്നു. എത്ര രൂപയാണ് ഗുഡ് വില്ല്? ഒരു 5,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നു. അപ്പോൾ എത്ര രൂപയുടെ? അപ്പോൾ ടോട്ടൽ 23,000 ക്യാഷായി. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഒരിടത്തേ ആയിട്ടുള്ളൂ. ദ സെയിം ടൈം സി ക്യാപിറ്റൽ കൊണ്ടുവരൂലേ? അപ്പം സിയുടെ ക്യാപിറ്റൽ കൂടത്തില്ലേ? കണ്ട, ഇവിടെ പോയിട്ട് ക്യാഷ് എന്ന് എഴുതിയിട്ട് സിയുടെ കോളത്തിൽ 15,000 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിയുടെ ക്യാപിറ്റലും കൂടും. ഓക്കെ ആണോ? നിങ്ങൾക്ക് എൻട്രി ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. സി എന്നൊരുത്തൻ എന്ത് കൊണ്ടുവന്നു? സി എന്നൊരുത്തൻ ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവന്നു. അപ്പോൾ എൻട്രി എന്താ? എന്നാലും ഞാൻ പറഞ്ഞായിരുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സീസ് ക്യാപിറ്റൽ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? സി ഇപ്പോൾ ഒരു 15,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 5,000 രൂപ ഗുഡ് വില്ല് കൊണ്ടുവന്നു, ടോട്ടൽ 20,000 റുപ്പീസ്. ഇനി ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്യാഷിനോടെ 20,000 റുപ്പീസ് ആഡ് ചെയ്തു. സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 15,000 രൂപ പോസ്റ്റ് ചെയ്തു. ഇനി ഗുഡ് വില്ലും, ഇനി നമ്മൾ ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിക്കണം. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഓക്കെ അല്ലേ? കാണിച്ചു തരാം. ഇവിടെ എങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹിഡൻ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം അവരുടെ ഓൾഡ് എൻ്റെയും ബിൻ്റെയും റേഷ്യോ 3:2 തന്നെയല്ലേ റേഷ്യോ? ഓക്കെ അല്ലേ? സി എന്നൊരു പാർട്ട്ണർ വന്നില്ലേ? സി എന്നൊരു പാർട്ട്ണർ വന്നു. എത്രയാണ്? സി എന്ന പാർട്ട്ണർ 1/6 ഷെയറിന് വന്നു. ഓക്കെ അല്ലേ? ഇത്രയൊക്കെ ഇൻഫർമേഷൻ ഉള്ളെങ്കിൽ ഈ 3:2 തന്നെയായിരിക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് ആലോചിക്കുക. അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിലും വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. കാരണം എയും ബിയും പാർട്ട്നേഴ്സാണ്. സി എന്നൊരുത്ത് പാർട്ട്ണർ കയറി വന്നു. 1/6 ആണ് ഷെയർ. ഓക്കെ അല്ലേ? ഇവിടെ ഈ 1/6 കിട്ടിയത് എ കൊടുത്തെന്നോ ബി കൊടുത്തെന്നോ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഈ ഫ്യൂച്ചർ പ്രോഫിറ്റ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3:2 നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയോ, സിക്ക് 1/6 കിട്ടി. സി എന്നൊരു പാർട്ട്ണർ വന്നു. സിൻ്റെ ഷെയർ 1/6 ആണ്. സിൻ്റെ ഷെയർ 1/6 ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ റിമൈനിങ് ഷെയർ എത്രയായിരിക്കും? അതായത് റിമൈനിങ് ഷെയർ എത്രയായിരിക്കും ആ ഫേമിൻ്റെ? അതായത് 6 ഒരെണ്ണം ഇവന് കൊടുത്തില്ലേ? ബാക്കി എത്രയുണ്ട്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 6 ആപ്പിളിനകത്ത് ഒരു ആപ്പിൾ സിക്ക് കൊടുത്തു. ബാക്കി എത്രയുണ്ട് റിമൈനിങ്? 5 ആപ്പിൾ ഇല്ലേ? 5/6 ഇല്ലേ? ഓക്കെ, അപ്പോൾ റിമൈനിങ് ഷെയർ കിട്ടിയല്ലോ. ഇനി എൻ്റെയൊക്കെ ന്യൂ ഷെയർ കണ്ടുപിടിക്കണ്ടേ? എൻ്റെ ന്യൂ ഷെയർ. ഓക്കെ അല്ലേ? എൻ്റെ ന്യൂ ഷെയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഓൾഡ് ഷെയർ ഇല്ലേ, അതായത് റിമൈനിങ് ഷെയർ ഇല്ലേ, 5/6 ഉണ്ടല്ലോ. 5/6 ആണ് റിമൈനിങ്. 5/6 ഇൻറ്റു ഓൾഡ് ഷെയർ എത്രയാ? 3/5. അതുപോലെ ബീൻ്റെ ന്യൂ ഷെയർ റിമൈനിങ് എത്രയാണ്? 5/6 അല്ലേ? ഇൻറ്റു 2/5. ഓക്കെ അല്ലേ? സീൻ്റെ ഷെയർ 1/6 ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 5 ഇൻറ്റു 3 15, 15/30. 5 ഇൻറ്റു 2 10, 10/30. അപ്പോൾ എല്ലാവരുടെയും ഡിനോമിനേറ്റർ 30 അല്ലേ? അപ്പോൾ ഇവനെ 30 ആക്കാൻ എന്ത് ചെയ്യണം? 5/5.
എത്ര കിട്ടും? 5/30 കിട്ടും. അപ്പോൾ therefore ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രടാ? 15:10:5. ഓക്കെ അല്ലേ? ഇത് ചെറുതാക്കാൻ പറ്റുമല്ലോ? പറ്റും. എത്രയാ? 3:2:1 എന്ന് വരും. ഓക്കെ അല്ലേ? 5ൻ്റെ ടേബിളിൽ നോക്കുമ്പോൾ 3:2:1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ന്യൂ റേഷ്യോ കിട്ടി. ഓക്കെ, ഇവർക്ക് ഇനി ഗെയിനിങ് ആണോ സാക്രിഫൈസിങ് ആണോ? എടാ, ഒരുത്തം വരുമ്പോൾ എപ്പോഴും സാക്രിഫൈസിങ് ആവില്ല, ചിലപ്പോൾ ഗെയിനിങ് ആവാം. അപ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര സിമ്പിളാണ്. നോക്കിക്കോണേ, ഇവിടെ പാർട്ട്ണറിൻ്റെ പേര് ഞാൻ പറയാണ്. ABC എന്നല്ലേ പാർട്ട്ണറിൻ്റെ പേര്. ഇവരുടെ ഓൾഡ് റേഷ്യോ, അതായത് 3:2 എന്നല്ലേ ഓൾഡ് റേഷ്യോ. അതായത് 3/5ഉം 2/5ഉം ഇവനൊന്നുമില്ല. ഇനി ന്യൂ റേഷ്യോ എന്ന് പറയുമ്പം എത്രയാണ്? 3:2:1 അല്ലേ? 3:2:1 ഇപ്പോൾ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പം 3/6ഉം 2/6ഉം പിന്നെ ഇവിടെ 1/6ഉം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ കമ്പയർ ചെയ്യായിരുന്നു, അല്ല? ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് കമ്പയർ ചെയ്തൂടെ? അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 5/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 15/30 വരും. ഓക്കെ അല്ലേ? ഇവിടെ എത്ര വരും? 6 അല്ലേ? 6/6. അപ്പം 18/30 വരും. ഡിനോമിനേറ്റർ സെയിം ആക്കണോടാ. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെയും 6/6. അപ്പോൾ എത്ര? 12/30 വരും. ഇവിടെ 5/5. അപ്പോൾ എത്ര വരും? 10/30 വരും. ഓക്കെ അല്ലേ? ഇപ്പം നോക്കിക്കോണേ. ഓക്കെ, എയ്ക്ക് നേരത്തെ 18 ഉണ്ടായിരുന്നു, ഇപ്പം എത്രയായി മാറി? 15 മാറി. എന്ന് പറയുമ്പോൾ 18 ഷെയർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 15 മാറി. എന്ന് പറയുമ്പം എയ്ക്ക് ഗെയിനിങ് ആണോ സാക്രിഫൈസിങ് ആണോ? സാക്രിഫൈസിങ് അല്ലേ? എത്ര സാക്രിഫൈസിങ്? 3/30 സാക്രിഫൈസിങ് ആണ്. ഓക്കെ അല്ലേ? നേരത്തെ 18 ആയിരുന്നു, ഇപ്പം എത്രയായി മാറി? 15 മാറി. അപ്പം 3 കുറഞ്ഞു. അതുപോലെ ബിക്ക് 12 ഉണ്ടായിരുന്നു, എത്രയായി മാറി? 10 മാറി. എന്ന് പറയുമ്പോൾ 2 കുറഞ്ഞു, 2/30. ഓക്കെ അല്ലേ? പിന്നെ ഈ വന്നവന് ഇവൻ ഇപ്പോൾ ഒന്നേലേ ഉള്ളൂ, അപ്പോൾ ഇവൻ എന്തായിരിക്കും? ഇവന് ഗെയിനിങ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതിനകത്ത് ഇപ്പോൾ റേഷ്യോ എത്രയാണ്? സാക്രിഫൈസിങ് റേഷ്യോ 3:2 തന്നെ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എങ്ങനെ എനിക്ക് നേരത്തെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എയും ബിയും പാർട്ട്ണറാണ്. റേഷ്യോ 3:2 ആണ്. ഓക്കെ അല്ലേ? സി എന്നൊരു പാർട്ട്ണർ കയറി വന്നു, അവന് 1/6 അല്ലെങ്കിൽ 1/4 എന്തോ ആയിക്കോട്ടെ. ഈ സിക്ക് കിട്ടിയ ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ നിന്നാണ്, വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അത് എ ഇത്ര കൊടുത്തു, ബി ഇത്ര കൊടുത്തു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റേഷ്യോ തന്നെയായിരിക്കും എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. മിക്കപ്പോഴും അങ്ങനെ വരാറുള്ളത്. ഇല്ല, നിങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂന്നെങ്കിൽ ചെയ്തു നോക്കുക, അത് തന്നെ കിട്ടും. ഓക്കെ, അപ്പം പാർട്ട്ണർ കൊണ്ടുവന്ന ഈ 5,000 ഗുഡ്വില് ആർക്ക് വീതിച്ചു കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിക്കണം. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഓക്കെ, അപ്പോൾ എൻട്രി എന്താ? ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ആ 5,000 ഗുഡ്വില്, ഓക്കെ അല്ലേ? 5,000 ഇൻറ്റു 3/5 എത്രയാണ്? 3,000ഉം കിട്ടും 2,000ഉം കിട്ടും. അതായത് 3:2 എന്ന റേഷ്യോയിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ 5,000 ഇൻറ്റു 3/5 എയ്ക്കും ബി, 5,000 ഇൻറ്റു 2/5 ബിക്കും. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്വിൽ നേരിട്ട് എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക അല്ലേ? എയ്ക്ക് എത്രയാണ്? എയ്ക്ക് 3,000 റുപ്പീസും ബിക്ക് 2,000 റുപ്പീസും. പരിപാടി കഴിഞ്ഞു. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. 5,000 രൂപ 15,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 5,000 രൂപ ഗുഡ്വില്ലും കൊണ്ടുവന്നു. അപ്പോൾ 15,000 ക്യാപിറ്റലും 5,000 ഗുഡ്വില്ലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കൂടും. എന്നിട്ട് ആ കൊണ്ടുവന്ന 15,000 രൂപ അവൻ്റെ ക്യാപിറ്റലും കൂടും. ഇനി 5,000 രൂപ ഗുഡ്വിൽ എന്ത് ചെയ്യണം? പാർട്ട്നർ സാക്രിഫൈസിന് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 10%.
സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞു. ഓക്കെ, സ്റ്റോക്ക് ഒരു 15,000 രൂപയല്ലേ, സ്റ്റോക്ക് 15,000 രൂപയുണ്ട്. അതിൻ്റെ വാല്യൂ ഓഫ് സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞു. ഈ 15,000-ൻ്റെ 10% എടുക്കുമ്പോൾ എത്ര വരും? എത്ര രൂപ? ഒരു 1,500 രൂപ വരും. അത് കുറയ്ക്കുമ്പോൾ 13,500 രൂപ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിടത്തായാലോ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞു, സ്റ്റോക്ക് കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നോർമലി പറ, സ്റ്റോക്ക് കുറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? റിവാൽഷൻ അക്കൗണ്ടിലോട്ട് പോവുക, സ്റ്റോക്ക് എന്ന് എഴുതുക, 1,500 രൂപ എഴുതുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? അടുത്ത ദ പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീഷിയേറ്റഡ് ബൈ 10%. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കൂടി, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കൂടി എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 ഇല്ലേ, അതിന് 10% എന്ന് പറയുമ്പം 3,000 രൂപ കൂടി കാണൂലേ, അപ്പോൾ 33,000 വരും. ഓക്കെ അല്ലേ? ആഡ് അപ്രീസിയേഷൻ. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടി, അസറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറി 3,000. ഓക്കെ ആണോ? റിവാൽഷൻ അക്കൗണ്ടിൽ. ഓക്കെ, ഇനി ഫർണിച്ചർ റീവാല്യൂഡ് അറ്റ് 9,000. ഫർണിച്ചർ റീവാല്യൂ സംഭവിച്ച് ഇപ്പോൾ 9,000 ആണ് വില. ഇപ്പോൾ ഫർണിച്ചർ എത്ര ഉണ്ടായിരുന്നു നോക്ക്, ഫർണിച്ചർ 10,000 ഉണ്ടായിരുന്നു, ഇപ്പം 9,000 ആയിട്ട് മാറി എന്ന് പറയുമ്പം ഒരു 1,000 രൂപ ഫർണിച്ചറിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ? ഫർണിച്ചർ 1,000 രൂപ കുറഞ്ഞ്, ഫർണിച്ചർ റീവാല്യൂ സംഭവിച്ച് 9,000 ആയിട്ട് മാറി, അപ്പോൾ 1,000 രൂപ ഫർണിച്ചറിൻ്റെ വാല്യൂ കുറഞ്ഞു, ഫർണിച്ചർ കുറഞ്ഞ് അസറ്റ് കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഫർണിച്ചർ 1,000. ഓക്കെ, അടുത്ത എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 5% അല്ലേ, അതായത് ഡെപ്റ്ററിൻ്റെ പ്രൊവിഷൻ വെക്കുകയാണ്. ഡെപ്റ്ററിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെപ്റ്ററിൻ്റെ വാല്യൂ കുറയും. ഓക്കെ അല്ലേ? ഡെപ്റ്റേഴ്സ് ഒരു 12,000 റുപ്പീസ് ഉണ്ട്. ആ 12,000-ൻ്റെ 5% എടുക്കുമ്പം എത്രയാണ്? 600 ലെസ് പ്രൊവിഷൻ എത്ര വരും? 600 രൂപ ലെസ് ചെയ്യുക. ഓക്കെയാണ്? അപ്പോൾ എത്ര വരും? 11,400 റുപ്പീസ് വരും. ഓക്കെ അല്ലേ? ഡെപ്റ്റേഴ്സ് 12,000 ഉണ്ടായിരുന്നു, അതിന് 5% പ്രൊവിഷൻ, ഡെപ്റ്ററിന് പ്രൊവിഷൻ വെക്കുമ്പോൾ സംഭവിക്കും ഡെപ്റ്ററിൻ്റെ വാല്യൂ കുറയും. ഡെപ്റ്ററിൻ്റെ വാല്യൂ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറയ്ക്കുക, ഔട്ടർ എഴുതുക. എന്നിട്ട് അസറ്റിൻ്റെ വാല്യൂ കുറയുമല്ലേ, അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അവിടെ ഇപ്പോൾ ഡെപ്റ്റർ എഴുതണ്ട, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് 600 റുപ്പീസ്. ഓക്കെ, കഴിയാറായിട്ടില്ല. അടുത്ത എൻ്റെ കൂടെ ഉണ്ട് ഒരു 200 ഈസ് ടു ബി പ്രൊവൈഡ് ഫോർ ഇലക്ട്രിസിറ്റി ബില്ല്. ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, പുതിയൊരു ഇലക്ട്രിസിറ്റി ബില്ല് 200 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ലയബിലിറ്റി കൂടിയല്ലേ, ലയബിലിറ്റി അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി അല്ലേ, ബാലൻസ് ഷീറ്റിൽ പോയിട്ട് നമുക്ക് എന്താ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ 200 റുപ്പീസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം ഇലക്ട്രിസിറ്റി ബില്ല്. ഓക്കെ അല്ലേ? അപ്പോൾ 200 എന്നൊരു ലയബിലിറ്റി വന്നില്ലേ, പുതിയൊരു ലയബിലിറ്റി വന്നില്ലേ, അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് ലയബിലിറ്റി വന്നു, ലയബിലിറ്റി കൂടി, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇലക്ട്രിസിറ്റി ബില്ല് 200 റുപ്പീസ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്തത് ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വെർത്ത് 1,000 നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൻ ടു അക്കൗണ്ട്. റെക്കോർഡ് ചെയ്യാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റ് വന്നില്ലേ, അസറ്റ് കൂടിയില്ലേ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പുതിയൊരു അസറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പോയിട്ട് ഓക്കെ റെക്കോർഡ് ചെയ്യാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു അസറ്റ് വന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്, എത്ര രൂപയാണ്? 1,000. അപ്പോൾ പുതിയൊരു അസറ്റ് വന്നില്ലേ, അസറ്റ് കൂടിയില്ലേ, അസറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് 1,000 റുപ്പീസ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് എ ക്രെഡിറ്റർ എന്ത് ചെയ്തു? എ ക്രെഡിറ്റർ ഓഫ് റുപ്പീസ് 100 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി
ആൻഡ് ഇസ് റിട്ടേൺ ഓഫ്. ക്രെഡിറ്റർ പറയുക, ക്രെഡിറ്റർ എന്ന് വെച്ചാൽ ആരാ? നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവരല്ലേ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തികളെ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവന്മാർ പറയുക, ആ 100 രൂപ എനിക്ക് വേണ്ട, റൈറ്റ് ഓഫ് ചെയ്തു. 100 രൂപ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനകത്ത് നിന്ന് ഒരു 100 രൂപ അവർക്ക് വേണ്ട. അപ്പം 100 രൂപ കുറയൂലേ? ക്രെഡിറ്ററിനകത്ത് 100 രൂപ കുറയൂലേ? അപ്പോൾ കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കുക. അപ്പം 90,900 റുപ്പീസ് കിട്ടും. ഓക്കെ, ക്രെഡിറ്റർ സെറ്റ് അല്ലേ? എന്നിട്ട് അപ്പം ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി കുറഞ്ഞില്ലേ? ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റേഴ്സ് 100. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ആയില്ലേ? കണ്ടോ? ഇപ്പോൾ എല്ലാം ഒരുമിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ കൂടെ തന്നെ ചെയ്ത് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടിടത്ത് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞത് ആ എക്സ്ട്രാ പറഞ്ഞത് ആ ഗുഡ്വില്ലിൻ്റെ ഏരിയ ആണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ്? റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, റീവാലുവേഷൻ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസ് ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം ഏ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഓക്കെ, ഇവിടെ 4,000 എത്രയാണ്? 100ഉം 4,100ഉം അതിൽ നിന്ന് 4,100ൽ നിന്ന് എത്രയാണ്? 1,500, 1000 എത്ര കിട്ടും? 800 രൂപ പ്രോഫിറ്റ് കിട്ടും. 800 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് നമുക്ക് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ? റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഓൺലി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദർ ഓൾഡ് റേഷ്യോ. ഓക്കെ അല്ലേ? റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇൻകമ്മിങ് പാർട്ട്ണറിന് കൊടുക്കൂല. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കൊടുക്കത്തില്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഈ 800 റുപ്പീസ് ഏത് റേഷ്യോയിൽ? ഈ 800 റുപ്പീസ് 3:2 എന്ന റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വീതിക്കണം. ഓക്കെ അല്ലേ? ആർക്ക്? ഇപ്പോൾ പ്രോഫിറ്റാണ്, റീവാലുവേഷൻ പ്രോഫിറ്റാണ്. ആർക്ക് വീതിക്കണം? എക്കും വീതിക്കണം, ബിക്കും വീതിക്കണം. 3:2 റേഷ്യോയിൽ. അപ്പോൾ 800 ഇൻറ്റു 3/5 എത്ര കിട്ടും? എക്ക് 480 കിട്ടും. ഓക്കെ അല്ലേ? ബിക്ക് 320 കിട്ടും. ഓക്കെ ആണോ? റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടി ഡെബിറ്റ് കുറയുവാണെങ്കിൽ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ലോസും ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് പ്രോഫിറ്റ് അല്ലേ? റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിൽ വിധിക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റിൽ ഇടുക. ഓക്കെ അല്ലേ? അപ്പോൾ നേരെ ഇത് പ്രോഫിറ്റ് അല്ലേ? ഇപ്പോൾ റീവാലുവേഷൻ എന്ന് എഴുതുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ പോയിട്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് എഴുതുക. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൽ വിധിക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റിൽ വിധിക്കുക. ഇപ്പോൾ എക്ക് 480ഉം ബിക്ക് 320. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. നോക്കൂ, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, 3 പേരുടെയും ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ഒന്നും ഇല്ല കുറയ്ക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ, എൻ്റെ എത്രയായിരിക്കും? 30,000 പ്ലസ് 3,000 പ്ലസ് 480 അല്ലേ? എത്ര കിട്ടും? 33,480 റുപ്പീസ് കിട്ടും. അപ്പോൾ അതുപോലെ 20,000 പ്ലസ് 2,000 പ്ലസ് 320 ചെയ്യുമ്പോൾ എത്രയാണ്? 22,320 കിട്ടും. ഇവിടെ 15,000 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് തന്നെയല്ലേ ബാലൻസ് ക്യാരിഡ് ഓൺ? ഈ ടോട്ടൽ എമൗണ്ട് തന്നെയല്ലേ ബാലൻസ് ക്യാരിഡ്? എത്രയാണ്? 33,480 റുപ്പീസ്. പിന്നെ എത്രയാണ്? 22,320 റുപ്പീസ്. പിന്നെ 15,000 അല്ലേ? ഈ 3 എമൗണ്ട് അല്ലേ? അപ്പോൾ ഇതല്ലേ അവരുടെ ക്ലോസിങ് ക്യാപിറ്റൽ. ഇത് 3 അവരുടെ ക്ലോസിങ് ക്യാപിറ്റൽ. നേരെ ബാലൻസ് ഷീറ്റിൽ വരിക, ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ABC. ഓക്കെ അല്ലേ? എൻ്റെ എത്രയാണ്? 33,480 എന്നും ബിൻ്റെ 22,320 എന്നും 22,320 എന്നും സിൻ്റെ 15,000 രൂപയും ടോട്ടൽ എടുക്കുമ്പം എത്ര കിട്ടും? 78,120 കിട്ടും. ഇനി ബാലൻസ് ഷീറ്റ് ടാലി ആവുമെന്ന് നോക്കി.
ബാലൻസ് ഷീറ്റ് ടാലി ആവുമെന്ന് നോക്കി നമുക്ക് നോക്കാം. ഇവിടെ ഒരു 90,900 പ്ലസ് 200 പ്ലസ് പിന്നെ എത്രയാണ് 78,120 ചെയ്യുമ്പം 98,220 കിട്ടും. ഓക്കെ അല്ലേ? അത് തന്നെ നമുക്ക് അസറ്റിൽ കിട്ടുമോ നമുക്ക് നോക്കാം. അസറ്റിൽ 23,000 11,400 13,500 9,000 ഓക്കെ 33,000 പിന്നെ ഓക്കെ അല്ലേ? ഓക്കെ നമുക്കൊരു ഇവിടെ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ എത്രയാണ്? ഇവിടെ ക്യാപിറ്റൽ നമുക്ക് 33,480 പ്ലസ് 22,320 പ്ലസ് 15,000 ചെയ്യുമ്പം 70,800 ആണ് കേട്ടോ. ഓക്കെ ഞാൻ 78 നേരത്തെ എഴുതി വെച്ചത് 70,800 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ മാറും. ഇവിടെ ടോട്ടൽ എത്ര വരും? 70,800 പ്ലസ് 200 പ്ലസ് 90,900 ചെയ്യുമ്പം എത്ര കിട്ടും? 90,900. ഓക്കെ അല്ലേ? 90,900 കിട്ടും. നമുക്ക് അസറ്റ് സൈഡ് കൂട്ടി നോക്കാം. 23,000 പ്ലസ് 11,400 പ്ലസ് എത്രയാണ്? 3500 പ്ലസ് 9,000 പ്ലസ് 33,000 പ്ലസ് 1000 ചെയ്യുമ്പോൾ കണ്ട 90,900 റുപ്പീസ് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ ബാങ്ക് ടാലി ആയിട്ടുണ്ട്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും. ഒരു 4 ഒരു 4 ടൈംസ് എങ്കിലും ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചൂട് സ്പീഡ് കിട്ടും. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ നമുക്കിനി അടുത്ത പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്പർ 16 കണ്ടോ? ഈ 16ലെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗീവൻ ബിലോ ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് രാമു ജാഫർ. അവരുടെ റേഷ്യോ 3:2 ആണ് റേഷ്യോ. ഓക്കെ അല്ലേ? 3:2 ആണ് അവരുടെ റേഷ്യോ. ഓക്കെ ക്രെഡിറ്റേഴ്സ്, ബില്ല് പേബിൾ, അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ക്യാപിറ്റൽ, ക്യാഷ്, ഡെപ്റ്റർ, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഷോബി വിൽ ബ്രിങ്. ഇപ്പോൾ ഷോബി എന്നൊരു പാർട്ട്ണർ വന്നു. അവനാണെങ്കിൽ 30,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നു, 12,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നു. അവൻ്റെ ഷെയർ 1/4. ഓക്കെ അല്ലേ? ഇപ്പോൾ വേണ്ടത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ 3:2 ആണ് ഓൾഡ് റേഷ്യോ. ഓക്കെ അല്ലേ? ഷോബി എന്നൊരു പാർട്ട്ണർ വന്നു, 1/4 ആണ് ഷെയർ. അപ്പോൾ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ആ കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ ഏത് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ എത്ര തന്നെ വരും? 3:2 തന്നെ വരും. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കുന്നവർ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ അതിനെ എടുക്കാം. ഓക്കെ വന്ന ടൈമിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷിയേറ്റഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? സ്റ്റോക്ക് ഫൗണ്ട് ഓവർ വാല്യൂഡ്. അപ്പോൾ സ്റ്റോക്കിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഏതാണ്? ക്രെഡിറ്റേഴ്സ് വെർ അൺറെക്കോർഡ് ടു എക്സ്റ്റെൻഡ്. ക്രെഡിറ്റേഴ്സിന് ഒരു 1000 ലൈബിലിറ്റി റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്തില്ല. ഓക്കെ അല്ലേ? ഒരു 1000 കൂടി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് പ്രിപ്പയർ റീവാലുവേഷൻ, ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റും വേണം. ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 3 അക്കൗണ്ട് വരയ്ക്കും. ഓക്കെ എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലൈബിലിറ്റി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാണ്. ലൈബിലിറ്റി നോക്കിയേ, ആദ്യം സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ ഉള്ളത്? ഇല്ലടാ, സൺട്രി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റർ എനിക്കറിയാം, ലൈബിലിറ്റി ആണെന്നറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതും. ഓക്കെ അല്ലേ? ക്രെഡിറ്റേഴ്സ്. ഓക്കെ ആണോ? ഓക്കെ ഇനി ആ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഔട്ടർ എഴുതണോ ഇന്നർ എഴുതണോ? കാരണം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇന്നറിൽ എഴുതും. ഓക്കെ അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഇപ്പോഴേ നോക്കാറില്ല. അടുത്ത ബില്ല് പേയബിൾ. ബില്ല് പേയബിൾ ലൈബിലിറ്റി അല്ലേ? ഓക്കെ ബില്ല് ലൈബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് ഒരു 2 സ്പേസ് വിട്ടിട്ട് ബില്ല് പേയബിൾ എന്ന് എഴുതുക. ഷോർട്ട് ഫോം നിങ്ങൾ എഴുതരുത്. ബില്ല് പേയബിൾ എന്ന് എഴുതുക. ബില്ല് പേയബിൾ എന്ത് ചെയ്യുക? ലൈബിലിറ്റി അല്ലേ? ഔട്ടർ എഴുതുക. ബില്ല് പേയബിൾ ഔട്ടർ എഴുതുക. ഓക്കെ അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്താ? ലൈബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അതും ലൈബിലിറ്റി അല്ലേ? വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. 2,500 രൂപ എടുത്ത് ഔട്ടർ എഴുതുക. ഓക്കെ അല്ലേ? അടുത്ത എന്താ? അടുത്ത ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ 2 പറഞ്ഞ ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയിട്ട് ബാലൻസ് ബ്രോഡോ എന്ന് എഴുതുക. ക്യാപിറ്റൽ രാമുവിൻ്റെ 50,000 രൂപയും ഓക്കെ അല്ലേ? ജാഫറിൻ്റെ 40,000 റുപ്പീസും. ഓക്കെ ഷോബിയുടെ ക്യാപിറ്റൽ അറിയില്ല. ഓക്കെ ഇനി അടുത്ത അസറ്റ് നോക്കിയപ്പോൾ ക്യാഷ് കിടപ്പുണ്ട്. ക്യാഷ് നമുക്കറിയാം അസറ്റ് അല്ലേ? ക്യാഷ് അസറ്റ് അല്ലേ? അപ്പോൾ ക്യാഷ് അസറ്റിൽ പോയിട്ട് ക്യാഷ് എന്ന് എഴുതുക.
12,000 ഇന്നറിൽ എഴുതുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? കാരണം എന്താ, വന്നവൻ ക്യാപിറ്റലും കൊണ്ടുവരും, ഗുഡ് വില്ലും കൊണ്ടുവരും, അപ്പോൾ ക്യാഷ് കൂടും. ഓക്കെ, ഇനി ഡെപ്റ്റേഴ്സ് 2 സ്പേസ് വിട്ടിട്ട് ഡെപ്റ്റേഴ്സ് എന്ന് എഴുതുക. എത്രയാണ്? ഡെപ്റ്റേഴ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, സോ എമൗണ്ട് ഇന്നറിൽ എഴുതുക. ഡെപ്റ്റേഴ്സിന് എമൗണ്ട് ഇന്നറിൽ എഴുതുക. അടുത്ത സ്റ്റോക്ക് അല്ലേ? സ്റ്റോക്കിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. എത്ര? 15,000 ആണ്, അപ്പോൾ എമൗണ്ട് ഇന്നറിൽ എഴുതുക. അടുത്ത ഫർണിച്ചറിന് എന്തില്ല? ഫർണിച്ചറിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ഫർണിച്ചർ അസറ്റ് അല്ലേ? എടുത്ത് ഔട്ടറി എഴുതുക. 20,000 ഔട്ടറി എഴുതുക. അടുത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ 58,000 ഇന്നറിൽ എഴുതുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളതെല്ലാം ഇന്നറിൽ എഴുതി, ഇല്ലാത്തതെല്ലാം ഔട്ടറി എഴുതി, അത്രേ ഉള്ളൂ. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് എത്തുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 2 അടുത്ത് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, 2 എഫക്റ്റ് വരും. ഫസ്റ്റ്, ഷോബി 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 12,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നു. നമുക്കറിയാം ക്യാഷ് കൂടും. പോയിട്ട് 30,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു, 12,000 ഗുഡ് വില്ല് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും? 54,000 വരും അല്ലേ? ഓക്കെ അല്ലേ? 54,000 വരും. ഇനി അടുത്ത അത് മാത്രമല്ല, 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നില്ലേ? 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പം ഷോബി ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഷോബിയുടെ ക്യാപിറ്റൽ കൂടത്തില്ലേ? ഷോബിയുടെ ക്യാപിറ്റൽ കൂടും. അപ്പോൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് എത്രയാണ്? ഷോബിയുടെ കോളത്തിൽ എത്രയാണ്? 30,000 എഴുതുക. ഓക്കെ, ഇനി 12,000 രൂപ ഗുഡ് വില്ല് കൊണ്ടുവന്നില്ലേ? അവൻ കൊണ്ടുവന്ന ഗുഡ് വില്ല് പാർട്ട്നേഴ്സിന് വീതിക്കണ്ടേ? ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ, 3:2 തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. എങ്ങനെയാണ് തൊട്ട് മുമ്പത്തെ പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് വില്ല് എന്ന് എഴുതിയിട്ട് അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് വിൽ എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് +2 ലെവൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഗുഡ് വിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക? 3:2 എന്ന റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക. അവൻ കൊണ്ടുവന്ന ഗുഡ് വിൽ 12,000 അല്ലേ? അപ്പോൾ 12,000 ഇൻറ്റു 3/5 എത്രയാണ്? 7,200 പിന്നെ 4,800 ഓക്കെ അല്ലേ? ആ 12,000 3:2 എന്ന റേഷ്യോയിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. സാക്രിഫൈസിങ് റേഷ്യോ, ഓൾഡ് റേഷ്യോ അല്ല, സാക്രിഫൈസിങ് റേഷ്യോ. ഞാനിവിടെ ഓൾഡ് റേഷ്യോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, അതുകൊണ്ടാണ് ഇതെങ്ങനെ ചെയ്തത്. ഓക്കെ ആണോ? ക്ലിയർ? അതാണ്ട് ഇവിടെ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു, ദെൻ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലേ? ന്യൂവിൽ നിന്നും ന്യൂവും ഓൾഡോടെ കമ്പയർ ചെയ്യുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷിയേറ്റഡ് ബൈ എത്രയാണ്? 78,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്രീഷിയേറ്റഡ് എന്നാട്ടാ. അപ്രീഷിയേറ്റഡ് ₹278,000 ആണ്. ഓക്കെ അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീഷിയേറ്റഡ് ₹278,000 ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇപ്പോൾ എത്രയായി മാറി? 78,000 ആയിട്ട് മാറി. പ്ലാന്റ് ആൻഡ് മെഷീനറി 78 ആയിട്ട് മാറി. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ഉണ്ട്? 58 ഇല്ലേ? ഇപ്പോൾ അത് 78 ആയിട്ട് മാറിയില്ലേ? എന്ന് പറയുമ്പോൾ ₹20,000 വാല്യൂ കൂടിയില്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീഷിയേറ്റഡ് ₹278. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 78 ഉണ്ട്. അപ്പം നേരത്തെ 58 ആയിരുന്നു. അപ്പം 20,000 കൂടി കൂടി ഇല്ലേ? 20,000 കൂടി കൂടി. അപ്പോൾ എത്രയായി മാറി? 78,000 ആയിട്ട് മാറി. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടിയില്ലേ? അസറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. റിവേഴ്സോ കൂടി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അസറ്റ് കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ് ആൻഡ് മെഷീനറി ₹20,000. ഓക്കെ, അടുത്തെന്താണ്? സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ 3,000. സ്റ്റോക്കിൻ്റെ വാല്യൂ 3,000 കൂട്ടി കാണിച്ചിരിക്കും. ഓവർ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സ്റ്റോക്കിൻ്റെ വാല്യൂ 3,000 രൂപ കൂടുതലാണ്. അപ്പം 3,000 കുറച്ചാൽ പോരെ? 3,000 രൂപ കുറയ്ക്കുക. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ എത്ര വരും? ₹12,000 വരും.
അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ 3000 രൂപ കുറഞ്ഞില്ലേ, ഒരു അസറ്റ് കുറഞ്ഞില്ലേ, അസറ്റ് കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. റിവാൽഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. സ്റ്റോക്ക് 3000 റുപ്പീസ്. ഓക്കെ അല്ലേ. അടുത്ത പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 10% ഓൺ ഡെപ്റ്റേഴ്സ് അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, ഇപ്പോൾ ഡെപ്റ്റേഴ്സ് 27,000 ഇല്ലേ, അതിന് 10% എന്ന് പറയുമ്പം ലെസ് എത്രയാണ്, 2700 റുപ്പീസ് എന്ന് സംഭവിക്കും, പ്രൊവിഷനാണ്. ഓക്കെ, അപ്പോൾ 27,000 മൈനസ് 2700 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 24,300 റുപ്പീസ് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ 2700 റുപ്പീസ് അസറ്റിൻ്റെ വാല്യൂ കുറയുമല്ലേ, കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് കുറഞ്ഞ ക്രെഡിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡെപ്റ്റർ എഴുതണ്ട, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് എഴുതുക. എത്ര, 2700 റുപ്പീസ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ക്രെഡിറ്റേഴ്സ് വെർ അൺറെക്കോർഡ് ടു എക്സ്റ്റെൻഡ് എത്രയാണ്, 1000 രൂപ. ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള എമൗണ്ട് 1000 കൂടി കൊടുക്കാനുള്ള റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ക്രെഡിറ്ററിൻ്റെ വാല്യൂ 1000 കൂടി കൂടത്തില്ലേ, ക്രെഡിറ്ററിന് 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ക്രെഡിറ്ററിൻ്റെ വാല്യൂ കൂടി, അപ്പോൾ ക്രെഡിറ്റർ എന്ന ലൈബിലിറ്റി കൂടി. അപ്പോൾ എത്ര, 1000 രൂപ കൂട്ടി കാണിക്കുക. എത്ര കിട്ടും, കൂട്ടുമ്പോൾ എത്ര കിട്ടും, 28,500 റുപ്പീസ് കിട്ടും. അപ്പോൾ ഒരു ലൈബിലിറ്റി കൂടിയില്ലേ, ചിന്തിക്കുക, ലൈബിലിറ്റി കൂടി, ക്രെഡിറ്റ് ചെയ്യും, റിവാൽഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 1000 റുപ്പീസ്. കണ്ടോ, എല്ലാം നമ്മൾ രണ്ടടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഏത് അക്കൗണ്ട് ആദ്യം ക്ലോസ് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, റീവാലുവേഷൻ അക്കൗണ്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഏത് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ. ഓക്കെ അല്ലേ. 20,000 ഉണ്ട്, 20,000. ഓക്കെ, നമുക്ക് ലെസ് ചെയ്യാം. 20,000 മൈനസ് 3,000 മൈനസ് 2,700 മൈനസ് 1,000, അപ്പം 13,300 റുപ്പീസ് കിട്ടും. ഓക്കെ അല്ലേ. അപ്പം റീവാലുവേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് അല്ലേ, റീവാലുവേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഓൺലി ഓൾഡ് പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോയിൽ, ഓൾഡ് റേഷ്യോയിൽ. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, ഓൾഡ് പാർട്ട്നേഴ്സ് രാമുവും ആരാടാ, ജാഫറുമാണ് അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ആരുടെ, എങ്ങോട്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ആരുടെയൊക്കെ, രാമുവിൻ്റെയും ജാഫറിൻ്റെയും. ഏത് റേഷ്യോ, ഓൾഡ് റേഷ്യോ. അപ്പോൾ 30,300 ഇൻറ്റു 3/5 എത്ര കിട്ടും, 7980യും അടുത്തരായിരിക്കും 5320യും കിട്ടും. പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ പോയിട്ട് റീവാലുവേഷൻ എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് എന്ന് മെൻഷൻ ചെയ്യുക. എത്രയാണ്, 7,980 അല്ലേ, 7,980യും അടുത്ത 5,320. ഓക്കെ അല്ലേ. ഇനി എല്ലാം കഴിഞ്ഞല്ലോ, ധൈര്യമായിട്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തൂടെ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം 50,000 പ്ലസ് 50,000 പ്ലസ് 7,200 7980 7,200 7980 ചെയ്യുമ്പോൾ 65,180 കിട്ടും. ഇവിടെ 40,000 പ്ലസ് 4,800 പ്ലസ് 5,320 ചെയ്യുമ്പം 50,120 കിട്ടും. ഇവിടെ 30,000 തന്നെ. ഇവിടെ ഡെബിറ്റിൽ കുറയ്ക്കാൻ എമൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ. ഗുഡ് വിൽ വിഡ്രോ എന്നൊക്കെ പറയുവാൻ ഡെബിറ്റ് ചെയ്യേണ്ടി വന്നത്, ഗുഡ് വിൽ വിഡ്രോ ഒന്നുമില്ല. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്, 65,180 അടുത്ത 50,120 ഇത് 30,000. അപ്പോൾ ഇതല്ലേ ഇവരുടെ ക്ലോസിങ് ക്യാപിറ്റൽ, ദെയർഫോർ ബാലൻസ് ഷീറ്റ് വന്നിട്ട് ക്യാപിറ്റൽ എന്ന് എഴുതുക. പേരെന്താണ്, പേര് നമുക്ക് രാമുവിൻ്റെ ക്യാപിറ്റൽ, ജാഫറിൻ്റെ ക്യാപിറ്റൽ, പിന്നെ ആരാ,
ശോഭിയുടെ ക്യാപിറ്റൽ. ഓക്കെ 65 180 പിന്നെ 50 120 പിന്നെ 30,000. നമുക്ക് 3 ആഡ് ചെയ്യാം. 65 180 30,000 ചെയ്യുമ്പം 1,45,300 റുപ്പീസ് കിട്ടും. 1,45,300 റുപ്പീസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ടാലി ആവാൻ നോക്കാം. 28,500 12,000. ഓക്കെ, 1,88,300 റുപ്പീസ് കിട്ടും. ബാലൻസ് ഷീറ്റ് എമൗണ്ട് കിട്ടണം, നോക്കാം. 54,000 24,300 റുപ്പീസ് 12,000 20,000 78,000 ചെയ്യുമ്പം 1,83,300 റുപ്പീസ്. 1,88,300. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാ അക്കൗണ്ടും ഒരുമിച്ചിട്ട് വരയ്ക്കുക. റീവാൽഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഗ്യാപ്പില്ല, പിന്നെ ബാലൻസ് ചെയ്യുമ്പോൾ 1/4 മണിക്കൂറൊക്കെ എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ എന്നെ നോക്കി ചെയ്ത് പഠിക്കുന്നു, പിന്നെ 2-3 തവണ നമ്മൾ തനിയെ ചെയ്യുന്നു. അപ്പം ഒരു 20 മിനിറ്റ്സിനകത്തൊക്കെ എത്തും. മാക്സിമം ഒരു 50 മിനിറ്റ്സൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പം ഒരു 50 മിനിറ്റ്സിലേക്ക് എത്താൻ ഒരു 5-6 തവണ ചെയ്തേണ്ടി വരും. പക്ഷേ 6 തവണ ചെയ്ത് പഠിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് 1 ടൈം ചെയ്താൽ മതിയായിരിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്ത് പഠിക്കുന്ന ക്വസ്റ്റ്യൻ അതിൽ പ്രോ ആവുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ലേബറിലൊക്കെ നോക്കിയാൽ മതി. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് നടക്കുന്നത്, എമൗണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഇതിനകത്ത് ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? 8 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. ഓക്കെ.